നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ന്യൂസ് 8ന്റെ പ്രേക്ഷകരെ ഇന്ന് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് വേറെ ഒരിടത്തുമല്ല, ആറ്റുകാലിലേക്കാണ്. നമുക്കറിയാം പൊങ്കാലയുടെ നിറവിലാണ് ആറ്റുകാൽ. നിങ്ങൾക്ക് ഈ പരിസരമൊക്കെ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ഭക്തി നിർഭരമാണെന്ന്. നിരവധി ആളുകളാണ് പല ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് ക്യൂ ആണ്, അതായത് വടം കെട്ടി തിരിച്ചിരിക്കുന്ന ക്യൂ നമ്മളിപ്പോ കാണുന്നത്. ഈ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്ര ദൂരത്തിൽ ആളുകൾ പരന്നു നിൽക്കുന്നു. ഇവിടെ വളരെ രാവിലെ തന്നെ എത്തിയവരാണ്. രാത്രി ദർശനം കഴിഞ്ഞ് മടങ്ങിയ ഭക്തരുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ കാണാനായി കാത്തു നിൽക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ നട തുറന്നിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഭക്തരെ കടത്തിവിടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ പൊങ്കാല ഞായറാഴ്ചയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പൊങ്കാലയിൽ പങ്കെടുക്കാൻ പറ്റും. മറ്റു ജില്ലകളിൽ നിന്നുള്ളവർക്ക് അവർക്ക് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ സൗകര്യപ്രദമായ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഈ ക്യൂവിൽ നിൽക്കുമ്പോഴും ഓരോരുത്തരുടെയും മുഖത്ത് അവർക്ക് ദേഷ്യമോ അസഹിഷ്ണുതയോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഇത്രയും നേരം കാത്തു നിൽക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. കാരണം നമുക്കറിയാം ഓരോ തവണയും ആറ്റുകാലിലേക്ക് നിരവധി ആളുകളാണ് എത്തുന്നത്. അത് എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാളുടെ കുറവല്ല വരുന്നത്, ആയിരങ്ങളുടെ കൂടുതലാണ് എല്ലാ തവണയും ഉണ്ടാകാറ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ആറ്റുകാൽ പൊങ്കാല അതിന്റെ പ്രൗഢി വീണ്ടും കൂടിക്കൂടി വരികയാണ്. ഓരോ തവണയും ഒറ്റയ്ക്കെത്തുന്നവർ കൂടുതൽ ആളുകളുമായി അടുത്ത വർഷം പൊങ്കാലയ്ക്ക് എത്തുന്ന ഒരു കാഴ്ച. പൊങ്കാല ഒരു വലിയ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ആറ്റുകാലിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് നടക്കുന്നത്. നമുക്ക് ഏറ്റവും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് എപ്പോഴും ആറ്റുകാലിനെ സംബന്ധിച്ച്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ആദ്യം തന്നെ വന്നു നിന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രേക്ഷകർ നമ്മൾ ഇവിടുന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. അത് നമ്മുടെ ക്യാമറാമാൻ വിനോദ് ഉണ്ട്, നമ്മുടെ പ്രൊഡ്യൂസർ ഷിജിത്ത് ഉണ്ട് എന്റെ കൂടെ. അപ്പൊ ഞാൻ പറയായിരുന്നു, ഈ നാരങ്ങാ വിളക്ക് എന്ന് പറയുന്നത് കാഴ്ചയിൽ എത്രത്തോളം മനോഹരമാണ് ആ കാഴ്ച എന്നുള്ളതാണ്. അത് രാവിലെയും വൈകുന്നേരവുമാണ് ഏറ്റവും പ്രധാനമായ ആ കാഴ്ച അത്രയും മനോഹരമായി കാണാൻ സാധിക്കുന്നത്. നാരങ്ങാ വിളക്ക് കത്തിക്കാനായി നിരവധി ഭക്തർ ഇപ്പോഴും അവിടെയുണ്ട്. അത് ഒന്നണയുന്നതിന് മുമ്പ് അടുത്തത് കത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദേവിയുടെ മുന്നിലേക്ക് നിരവധി ഭക്തരാണ് ഇപ്പോഴും. നാരങ്ങാ വിളക്ക് ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ്. അപ്പോ അത് കത്തിക്കുന്നതിനായി നിരവധി ആളുകൾ എത്തുന്നു. ഓരോ നേർച്ചകളും എന്താണെന്ന് അറിഞ്ഞ് ചോദിച്ച് പറഞ്ഞ് കേട്ട് ആ നേർച്ച നടത്തുന്നവരാണ് ഇവിടെ കൂടുതലായും എത്തുന്നത്. ഈ നാരങ്ങാ വിളക്ക് കത്തിക്കുന്ന ഭക്തരെ നമ്മൾ കാണുന്നു. ഇത് ദേവിയുടെ നേരെ നടയിലാണ് ഉള്ളത്. എന്തായാലും ഈ ഭക്തരെ നിയന്ത്രിക്കുന്നതിനും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനുമൊക്കെയുള്ള വലിയ ശ്രദ്ധ ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരു ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹിയെ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ മോർണിംഗ് വൈബ്സിൽ. എന്തായാലും എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന അടക്കം നമുക്ക് അവരോട് ചോദിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ഞായറാഴ്ചത്തെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് പൊങ്കാല ഞായറാഴ്ചയാണെന്നുള്ളത് ഒരു അവധി ദിവസം നഷ്ടപ്പെടുകയാണ്. പക്ഷെ ബാക്കിയുള്ള നാടുകളിൽ നിന്ന് എത്തുന്നവർക്ക് അത് വളരെ അനുഗ്രഹമാണ്. ഞായറാഴ്ചയാണ് പൊങ്കാല എന്നുള്ളത്. അവധി എടുക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് വരാം എന്നുള്ളതാണ്. എപ്പോഴും ഗ്രൂപ്പുകളാണ്. പൊങ്കാല എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല, ഗ്രൂപ്പുകളുടെ ഒരു ഉത്സവമാണ്. അത് കൂടിക്കൂടി വരും. ആ ഗ്രൂപ്പിന്റെ വലുപ്പം അതിങ്ങനെ ഓരോ വർഷം കഴിയും തോറും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോ 8ാമത്തെ ഉത്സവ ദിവസമാണ്. ഉത്സവം തുടങ്ങി 8ാം ദിവസമാണ് ഇന്ന്. 9ാമത്തെ ദിവസമാണ് പൊങ്കാല നടക്കുക. 10 ദിവസമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം ഉള്ളത്. അതിൽ 9ാമത്തെ ദിവസമാണ് പൊങ്കാല നടക്കുക. അതായത് നാളെയാണ് 9ാം ഉത്സവ ദിവസം. ഇന്ന് 8ാമത്തെ ഉത്സവ ദിവസമാണ്. തോറ്റമ്പാട്ടിന്റെ പ്രത്യേകതകളൊക്കെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വാതോരാതെ പറയാൻ ആറ്റുകാലിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്കൊപ്പം ഇനിയുള്ള 1.5 മണിക്കൂർ ഇവിടെ നിന്ന് ഇവിടുത്തെ വിശേഷങ്ങളും ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. ന്യൂസ് 8 ഒരു സമ്പൂർണ്ണ കവറേജാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 8 തുടരുക. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. എന്തൊക്കെയാണ് വാർത്തകൾ ഉള്ളത് നോക്കാം. നമുക്കിപ്പോൾ ഫാസ്റ്റ് ന്യൂസുമായി MG മിഥുൻ അവിടെ തയ്യാറാണ്. സ്റ്റുഡിയോയിൽ പോയ ശേഷം മടങ്ങിയെത്താം. ഡൽഹി ചലോ മാർച്ച് നീട്ടിവെച്ച് കർഷക സംഘടനകൾ. ഈ മാസം 29 വരെയാണ് മാർച്ച് നീട്ടിവെച്ചത്. ഭാവി പരിപാടികൾ അന്ന് പ്രഖ്യാപിക്കുമെന്ന് കർഷക നേതാവ് സർവാൻ സിംഗ് പാന്തർ പറഞ്ഞു. അതുവരെ കർഷകർ അതിർത്തിയിൽ തന്നെ തുടരും. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടുമായി വീണ്ടും തൃണമൂൽ കോൺഗ്രസ്. എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് തൃണമൂൽ നേതാവും രാജ്യസഭാംഗവുമായ ഡെറിക് ഒബ്രയൻ പറഞ്ഞു.
കോൺഗ്രസും തൃണമൂലും സഖ്യചർച്ചകൾ പുനരാരംഭിച്ചുവെന്നും ഉടൻ ധാരണയിലെത്തുമെന്നുള്ള വാർത്തകൾക്കിടെയാണ് ഡെറിക് ഒബ്രയന്റെ പ്രതികരണം. പ്രിയങ്ക ഗാന്ധി ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമാകും. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ വെച്ചാണ് യാത്രയിൽ പങ്കുചേരുക. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഇതാദ്യമായാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നത്. ഞായറാഴ്ച അഖിലേഷ് യാദവും യാത്രയിൽ പങ്കുചേരും. ചട്ടവിരുദ്ധമായി നിയമനം നേടിയെന്ന് കാണിച്ച് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലർമാരുടെ ഹിയറിംഗ് ഇന്ന് രാജ്ഭവനിൽ വെച്ചാണ് കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാരുടെ ഹിയറിംഗ് നടക്കുക. വിസിമാർ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കും. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നാളെ. ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മന്ത്രി. കോഴിക്കോട് ഓമശ്ശേരിയിൽ 3 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു. മലപ്പുറം കാളിക്കാവ് പുല്ലങ്കോട് സാമ്പിക്കൽ റിഷാദിന്റെ മകൻ ഐസിസ് ആണ് മരിച്ചത്. ഓമശ്ശേരി പുത്തൂരിലെ റോയൽ ഫാം ഹൗസിലായിരുന്നു സംഭവം. കുടുംബസംഗമത്തിനായാണ് ഇവർ ഫാമിലെത്തിയത്. തൃശൂർ മലക്കപ്പാറയിൽ ആദിവാസി ഊരുമൂപ്പനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. വീരൻകുടി ഊരിലെ മൂപ്പൻ വീരനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടിലുകൾ പൊളിക്കുന്നതിനിടെയാണ് വീരന് പരിക്കേറ്റത്. സ്പെയിനിലെ വലൻസിയയിൽ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 9 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 15ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ക്യാമ്പനേറിയിലാണ് അടുത്തടുത്തുള്ള 2 കെട്ടിടങ്ങളിൽ തീപിടിച്ചത്. കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തിയെറിഞ്ഞു. റഷ്യയ്ക്ക് സമ്മർദ്ദം ശക്തമാക്കാൻ അമേരിക്ക. 500ലേറെ പുതിയ ഉപരോധം റഷ്യയ്ക്ക് മേൽ ചുമത്തി US. അലക്സി നവൽനിയുടെ മരണത്തിന്റെയും യുക്രൈൻ യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിലാണ് നടപടി. യൂറോപ്യൻ യൂണിയനും കഴിഞ്ഞ ദിവസം സൈനികപരമായ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. പലസ്തീൻ നടന്റെ വീട് തകർന്ന് 23 പേർ കൊല്ലപ്പെട്ടു. മുഹമ്മദ് സുവൈറ്ററിന്റെ വീടാണ് തകർന്നത്. മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും. ആക്രമണത്തിൽ സുവൈറ്ററിന് പരിക്കേറ്റു. ചരിത്രം കുറിച്ച് ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടമാണ് യുഎസിന്റെ ഒഡീസിയസ് സ്വന്തമാക്കിയത്. ടെക്സസിലെ ഹൂസ്റ്റൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡ്യൂറ്റീവ് മെഷീൻസ് കമ്പനി നിർമ്മിച്ച നോവാസി ലാൻഡറാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്. ബോക്സ് ഓഫീസിൽ അതിഗംഭീര പ്രതികരണവുമായി മഞ്ഞുമ്മൽ ബോയ്സ്. ചിത്രം ആദ്യ ദിനം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും വാരിക്കൂട്ടിയത് 3.35 കോടി രൂപ. ഈ വർഷത്തെ 2ാമത്തെ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ കൂടിയാണിത്. വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 4 വിക്കറ്റിന്റെ വിജയം. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ മുംബൈക്കായി അവസാന ഓവറിലെ അവസാന പന്തിൽ വിജയിക്കാനുള്ള 5 റൺസിനായി സിക്സർ പറത്തി മലയാളി താരം സജ്ന സജീവനാണ് മുംബൈക്കായി വിജയം സമ്മാനിച്ചത്. ഇന്ത്യക്കെതിരായ 4ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടിന് സെഞ്ചുറി. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് 302 റൺസ് എന്ന നിലയിൽ. ആകാശ് ദീപിന് 3 വിക്കറ്റ്, മുഹമ്മദ് സിറാജിന് 2 വിക്കറ്റ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ അപൂർവ നേട്ടത്തിൽ ഇന്ത്യയുടെ രവിചന്ദ്രൻ അശ്വിൻ. ഇംഗ്ലണ്ടിനെതിരെ 100 വിക്കറ്റുകൾ വീഴ്ത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ഇനി അശ്വിന് സ്വന്തം. ജോൺ ബെയ്സ്റ്റോയെ മടക്കിയാണ് താരം നേട്ടം സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരെ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന 4ാമത്തെ താരമെന്ന റെക്കോർഡും ഇനി അശ്വിന് സ്വന്തം. എറണാകുളം കോതമംഗലം MA കോളേജ് ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ-17 ടീം പരിശീലനത്തിന് എത്തി. അക്കാദമി ചാമ്പ്യൻഷിപ്പുകളുടെ ഭാഗമായി പരിശീലനത്തിനെത്തിയതാണ് ടീം. മുഖ്യ പരിശീലകൻ നൂർ അലാമിന്റെയും ഗോൾ കീപ്പർ കോച്ചായ മുനവറിന്റെയും നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. താങ്ക് യു മിഥുൻ. എന്തായാലും നമ്മൾ പെട്ടെന്ന് വളരെ വേഗത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ രാവിലെ അറിയേണ്ടത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോ പൊങ്കാല വൈബിലാണ്. ഞാൻ പറഞ്ഞല്ലോ, രാത്രി വളരെ മനോഹരം, അതിമനോഹരമാണ് തിരുവനന്തപുരം. കാരണം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് എവിടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എങ്ങോട്ടേക്ക് നോക്കിയാലും പൊങ്കാലയുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഓരോരുത്തരെയും ഈ പൊങ്കാല ഓരോ വർഷവും ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതും ആ പോസിറ്റീവ് വൈബാണ്. ഒരു സൗഹൃദത്തിന്റെ, ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഇത്തവണത്തെ പൊങ്കാലയുടെ ഒരു ഏറ്റവും വലിയ നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചൂടാണ്. അപ്പോൾ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളൊക്കെ പാലിച്ചുകൊണ്ട് പൊങ്കാല ഇടുകയാണെങ്കിൽ നമുക്ക്
അതിന്റെ നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കി വരും വരായികളൊക്കെ നോക്കി കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഇപ്പോൾ ഈ ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് ഇത്രയും അടുപ്പുകളിൽ ഒന്നിച്ച് തീ പടരുമ്പോൾ ചൂട് ഇപ്പോൾ ഉള്ളതിന്റെ അന്തരീക്ഷത്തിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയോ അതിൽ രണ്ടിരട്ടിയോ ഒക്കെ കൂടുതലാകും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊങ്കാല ഇടുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് നേരത്തെ പുറപ്പെടുവിച്ച ആ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് ഈ പൊങ്കാല ഇടാമെന്നുള്ളതാണ്. പിന്നെ എല്ലാ തവണയും ഉള്ളതുപോലെ ഹരിത പ്രോട്ടോകോൾ അത് ഇത്തവണയും കർശനമായി പാലിക്കുമെന്ന് കോർപ്പറേഷനും ട്രസ്റ്റ് ഭാരവാഹികളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. വെള്ളം ധാരാളം കുടിക്കണമെന്ന് പറയണ്ടല്ലോ അല്ലെ, കൃത്യമായിട്ട് വെള്ളം കുടിക്കണം. അത് പൊങ്കാല ഇടുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഈ പൊങ്കാല ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു പൊങ്കാല നഗരം എന്ന് നമുക്ക് തിരുവനന്തപുരത്തെ പറയുമ്പോൾ ഇന്നലെ രാത്രിയിൽ അതായത് 7 തിങ്കളാഴ്ച തുടങ്ങി കുത്തിയോട്ട ബാലന്മാർ ഇവിടെയുണ്ട്. അപ്പൊ അതൊരു കാഴ്ചയാണ്. മറ്റൊന്ന് ഇവിടുത്തെ മറ്റു നേർച്ചകളിലേക്ക് പോകുമ്പോൾ വിളക്ക് കെട്ട് അതൊരു ഗംഭീര കാഴ്ചയാണ്. അത് വളരെ മനോഹരമായ കാഴ്ചയാണെന്ന് പറയാം. വിളക്ക് കെട്ട് കാണാൻ വേണ്ടി മാത്രം അതിന്റെ ആരാധകർ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പം പൂരത്തിന് പോകുമ്പം ആനകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിന് ആണ് ആരാധകർ, അവരെ കാണാനാണ് പോകുന്നത്. മേളത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയിലെ ഹൈലൈറ്റ് ആണ് വിളക്ക് കെട്ടുകൾ. ഈ വിളക്ക് കെട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങോട്ട് വരുന്നവരുണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാർ കേട്ടോ. പൊങ്കാലയ്ക്ക് എപ്പോഴും സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാലിനെ പറയുന്നതെങ്കിലും നിരവധി പുരുഷന്മാരാണ് വലിയ പിന്തുണയുമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പൊങ്കാല അടുപ്പിൽ തീ പകരുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാ സഹായങ്ങളുമായും ഓരോ കുടുംബത്തിലെയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ആ പൊങ്കാലയോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകും. മറ്റൊന്ന് നമ്മൾ ഈ സമയത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് സഹായ മനസ്കത. അത് തിരുവനന്തപുരത്തിന്റെ ഈ സമയത്തുള്ള വലിയൊരു പ്രത്യേകതയാണ്. അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഓരോ പൊങ്കാല കഴിയുമ്പോഴും കൂടുതൽ കമ്മിറ്റികൾ സമിതികൾ വരുന്നു. അതായത് പൊങ്കാല ഇടാനെത്തുന്ന ആളുകൾക്ക് സഹായവുമായി സമിതികൾ ഉണ്ടാകുന്നു. അതിപ്പോ ചിലപ്പോ ടാക്സി ഡ്രൈവേഴ്സിന്റെ ഒരു യൂണിയൻ ആകാം, അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളികളുടെ ഒരു യൂണിയൻ ആകാം, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പൗരപ്രമുഖരുടെ എല്ലാവരുടെയും കൂടി നേതൃത്വത്തിലുള്ള ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംഭവമാകാം. എന്ത് തന്നെ ആയാലും അവർക്കുള്ള രാവിലത്തെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് ഊണ്, ഇതിനിടയിൽ ഇപ്പൊ ഈ ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോ തണ്ണിമത്തും ജ്യൂസും മറ്റ് മോരും വെള്ളവും ഒക്കെ ആയിട്ട് അങ്ങനെ അവരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. വലിയ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാകും. കൃത്യമായിട്ടുള്ള ഓരോ സമയത്തും സമയക്രമം ഉണ്ടാകും. അവിടെ ചെന്ന് അവിടെ നിങ്ങൾക്ക് ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള അനൗൺസ്മെന്റ് ഉണ്ടാകും. ഇവിടെ നിന്ന് അതുപോലെ പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്ന സമയത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ പൊങ്കാലയുടെ സമയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നാളെ 10:30 അടുപ്പ് വെട്ട്. അപ്പൊ പൊങ്കാലയെ കുറിച്ച് അറിയില്ലാത്തവർ വളരെ കുറവായിരിക്കുമെങ്കിലും അവർക്ക് വേണ്ടി അടുപ്പ് വെട്ടെന്ന് പറയുന്നത് നമ്മുടെ പൊങ്കാല ആദ്യം ഇടുന്നത് ആദ്യം തീ പകരുന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നമ്മളിപ്പോ കാണുന്ന ഈ ക്ഷേത്രത്തിന് മുന്നിൽ തോറ്റമ്പാട്ട് ഒരുക്കിയിരിക്കുന്ന ആ തോറ്റമ്പാട്ടിന്റെ ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തിയിരിക്കുന്ന ആ പന്തലിന് തൊട്ടു മുന്നിലുള്ള പണ്ടാര അടുപ്പിലാണ് ആദ്യം ദേവിക്ക് പൊങ്കാല ഇടുന്നത് അല്ലെങ്കിൽ തീ പകരുന്നത്. ഈ തീയാണ് പിന്നെ ബാക്കി ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ അത്രയധികം മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ടാവുകയും അത് കൃത്യസമയത്ത് നടക്കുകയും ചെയ്യുന്നത്. ഇത്തവണ 10:30 പൊങ്കാല അടുപ്പ് കത്തിച്ചാൽ പിന്നെ 2:30 വരെ ഉണ്ട് സമയം. 2:30ക്കാണ് നിവേദ്യം ഉണ്ടാവുക. അപ്പൊ ഈ കൂടുതൽ സമയം അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള സമയത്ത് കൂടുതൽ ആളുകളും മറ്റ് വിഭവങ്ങൾ ഉണ്ടാക്കണം. പായസം മാത്രമല്ല പൊങ്കാല വിഭവം, അറിയാമല്ലോ എല്ലാവർക്കും. അത് പായസം മാത്രമല്ല എന്നുള്ളതാണ്. മറ്റ് തെരളി അപ്പമുണ്ട്, അതുപോലെ മണ്ടപ്പുറ്റുണ്ട്. അങ്ങനെ പൊങ്കാല വിഭവങ്ങൾ ഏറെയാണ്. അങ്ങനെ നിരവധി ആ രീതിയിലുള്ള കാത്തിരിപ്പ് പിന്നീട് 2:30 വരെയാണ് നാളെ നീളുക. 2:30ക്കാണ് പൊങ്കാല നൈവേദ്യം നടക്കുക. ഇപ്പൊ നമ്മൾ കാണുന്നത് നാരങ്ങ വിളക്കിന്റെ തന്നെ ദൃശ്യങ്ങളാണ്. ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിനായിട്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. ഞാൻ വിനോദിനോട് ഇങ്ങനെ പറയണേ, എങ്ങോട്ട് നോക്കിയാലും തിരക്കാണ്. ഇവിടെ നിരവധി ആളുകൾ പല ഭാഗത്തു നിന്നെത്തുന്നു. ഏറ്റവും പ്രധാനം പല സ്ലാങ്ങിലുള്ള ദേവി ഭക്തരെ നമുക്ക് കാണാന്നുള്ളതാണ്. കാസർഗോഡ് നിന്ന് ഞാൻ വന്ന സമയത്തൊക്കെ കാസർഗോഡ് നിന്ന് നമുക്ക് വലുതായൊന്നും മനസ്സിലാകാത്ത നല്ല ഭംഗിയുള്ള സ്ലാങ് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോ ഇപ്പോ നമ്മള് ഈ ക്യൂവിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ക്യൂവിൽ കാണുന്നത് മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്ന ഭക്തരാണ്. ഈ പുറത്തേക്ക് നോക്കുമ്പോൾ
ക്യൂ നീണ്ടു വരുന്നതല്ലാതെ കുറയുന്നില്ല. മറ്റൊന്ന്, ഇവിടുത്തെ വഴിപാടുകളിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വിളക്കുകെട്ട് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കുത്തിയോട്ട ബാലന്മാർ. നമുക്കറിയാം 10 വയസ്സിന് താഴെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം നേർന്ന് ഇവിടെ ദേവീദാസന്മാരായി നിൽക്കുന്നത്. അങ്ങനെ നിരവധി നേർച്ചകളും വഴിപാടുകളും ഒക്കെ ഈ ആറ്റുകാലിലുണ്ട്. നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണത്തിലേക്കൊക്കെ പോകാം കേട്ടോ. കാത്തു നിൽക്കുകയാണ് ഒരുപാട് പേര്. പോയാലോ? ഹലോ അമ്മ, കാത്ത് കുറെ നേരമായിട്ട് നിൽക്കുകയാണോ? എവിടെന്നാ വരുന്നേ? കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. ആണ്. ഇത്തവണ എന്ത് കാര്യത്തിലാന്ന് ഞാൻ ചോദിച്ചാൽ പറയത്തില്ലെന്ന് എനിക്കറിയാം. അല്ല, എന്തായാലും വീടും ഇതൊക്കെയാണല്ലോ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾക്കല്ലല്ലോ പൊങ്കാല, നമ്മുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി. ഭർത്താവിനും മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഇവിടെ വന്ന് അങ്ങനെ നമ്മൾ ഇഷ്ടം ഉള്ള കാര്യം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പം കൂടുതൽ ആളുകൾ എത്ര പേരാ വരുന്നത്? ഞങ്ങൾ കുറെ പേര് വരാം. ഇന്നിപ്പോ ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് ഇത്തവണ വന്നപ്പോ? 14 പേര്. 14 പേരുണ്ട് കൊടുങ്ങല്ലൂരിന്ന്. അപ്പൊ എങ്ങനെയാ യാത്രയൊക്കെ എങ്ങനെയാ? ട്രാവലർ ഇന്നലെ ഞങ്ങള് കാലത്തെ പോന്നു. എന്നാ പോന്നെ? അപ്പൊ ഇന്നലെ കാലത്ത് പോന്നു. ഇന്നലെ കാലത്ത് 4 മണിയായിട്ടു. ഇനി നാളെ പൊങ്കാല നിവേദ്യമൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നുകൂടെ തൊഴാൻ വരുമോ? ഇനി ഇത്തിരി ദൂരം ഉണ്ട്, അറിയില്ല. സാധാരണ തൊഴാറുണ്ട് ഞങ്ങള്. ഓ ശരി. ഇത്തവണ എന്തായാലും തൊഴാന്ന് വിചാരിച്ചു. വന്നപ്പോ എങ്ങനെ തോന്നുന്നു? ക്യൂ ഒരു വലിയ വലയം വെച്ചാണല്ലോ വന്നത്. വെള്ളം കിട്ടിയില്ല. ചെറിയൊരു പരാതി അത് ശരിയാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ എത്ര പേര് തലകറങ്ങിയൊക്കെ വീടാണ്. ഇത്തിരി വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതിനുണ്ടല്ലോ. ഈ ക്യൂവിന്റെ ഇടയ്ക്ക് കുറച്ച് കുടിവെള്ളം കുറേ പേര് തലകറങ്ങി. തീർച്ചയായിട്ടും ഞങ്ങൾ ട്രസ്റ്റിന്റെ ശ്രദ്ധയിൽ അത് ഉറപ്പായിട്ടും ഞങ്ങള് നിങ്ങളുടെ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുകയല്ലേ, നിങ്ങൾ ആ ട്രസ്റ്റിന്റെ ആളുകളോടത് പറയാം. അത് ഉറപ്പായിട്ട് വേണ്ടാണ്. ഹലോ, അതെ ഉറപ്പ്. ഹലോ, എന്റെ പേര് സമൃദ്ധി. നല്ല പേരാണല്ലോ, ഇതൊരു പോസിറ്റീവ് പേരാണ് സമൃദ്ധി. എവിടുന്നാ വരണേ? ഈ ടീമിലുള്ള ആളാണോ? ഓ ശരി ശരി. പൊങ്കാല എന്താന്നൊക്കെ അറിയാമോ? മോക്ക് പൊങ്കാല ഇടാറുണ്ടോ? അതോ ആദ്യമായിട്ട് വന്നാണോ? ആദ്യമായിട്ടല്ല, കഴിഞ്ഞാണോ വന്നു? എന്നിട്ട് ഈ തിരക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? തിരക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഭയങ്കര പാടാണോ? ഭക്ഷണം കഴിച്ചോ രാവിലെ? രാവിലെ വന്ന് ക്യൂ നിൽക്കുകയാണ് കുഞ്ഞ്. ഇപ്പൊ എന്താ പറയാൻ പോണേ? ദേവിയോട് എന്താ പ്രാർത്ഥിക്കാൻ പോണേ? പറയത്തില്ലേ? രഹസ്യാണോ? അത് ദേവിയും കുഞ്ഞുമായിട്ട് മാത്രമുള്ള കാര്യമാണ്. അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. കുറച്ച് സമയം കൂടെ എടുക്കും ഇനി കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ, നിൽക്കാലോ. ഇത് കൊടുങ്ങല്ലൂർ തന്നെയാണ്. ഹലോ, ഇവിടുത്തുകാരനാണോ? എവിടുന്നാ? കൊല്ലംകാരനാണ്. ആരൊക്കെയാ ഉള്ളത് കൂടെ? അമ്മയും കൊണ്ട് വന്നാണോ? വേറെ ആരൊക്കെയാ ഉള്ളേ? എത്ര പേരുണ്ട് നിങ്ങള്? ഒരു ബസ്സിനകത്ത്. ഒരു ആൺതരിയേ ഉള്ളോ? കുറച്ചു പേരുണ്ട്. എങ്ങനെയുണ്ട് അമ്മ? എന്താ ഇത്തവണത്തെ തിരക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാ തവണയും വരുന്നാണോ? എല്ലാ തവണയും വരും. ഇത്തവണ ഭയങ്കര തിരക്കല്ലേ? അതുപോലെ ചൂട് ഇത്തവണ കൂടുതലല്ലേ? എവിടെ പൊങ്കാല ഇടുന്നേ? ഇവിടെ അടുത്തൊരു വീട്ടില്ല. എല്ലാ തവണയും അവിടെയാണോ? അപ്പൊ ഇവിടെ വന്നിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കൂട്ടുകാരുണ്ടല്ലേ? വിളിക്കാറൊക്കെ ഉണ്ടോ അവരെ? പൊങ്കാല കഴിഞ്ഞിട്ട് വിളിയൊക്കെ ഉണ്ട്. ശരി. അമ്മ എവിടെയാണ്? സ്ഥലം എവിടെയാ? ശാസ്താംകോട്ട. നിങ്ങളൊക്കെ ഒരുമിച്ചാണോ? വെളിയം. അമ്മ ഒറ്റയ്ക്കാണോ വന്നേ? കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ എങ്ങനെ വന്നേ? ആണോ? അമ്മ ഇവിടുത്തുകാരിയാണോ? അങ്ങനെ ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ എവിടെ താമസം? കുടുംബം ഇവിടെ. അപ്പൊ അമ്മ തിരുവനന്തപുരത്തുകാരിയാണ്. ഇവിടെ കൊണ്ടുവന്നത് തിരുവനന്തപുരത്തിന്റെ മരുമകളാണ്. എല്ലാ തവണയും പൊങ്കാല ഇടാറുണ്ടോ? നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അമ്മയെ ഞാൻ തിരുവനന്തപുരത്തുകാരെ ആക്കി. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത ഇവർക്കൊക്കെ ഒരുപാട് സഹായം ചെയ്യാന്നുള്ളതാണ്. മരുമോൾ അമ്മ മലപ്പുറത്തുനിന്ന് വന്നത്. ആണോ? ഓ ശരി. അപ്പൊ വീട് നിറയെ ആളാണ്. ആണോ? ഈ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരത്തുകാരുടെ വീട് നിറയെ ആളുകളാണ് കേട്ടോ. അപ്പൊ അമ്മ മലപ്പുറത്തുനിന്ന് എവിടെയാ? തിരൂരിന്ന് വന്നതാണ്. മകളെ കണ്ടോ, മരുമകളുടെ അമ്മയാണ്. അപ്പൊ അങ്ങനെ കുറെ ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അമ്മ? പൊങ്കാലൊക്കെ നേരത്തെ വന്നിട്ടുണ്ടോ? എല്ലാ വർഷവും വരുന്നതാണ്. ഇതവിടെ അപ്പൊ ഒരു സ്വന്തം വീടുണ്ട് ഇവിടെ, അതല്ലേ സന്തോഷം അല്ലേ? തിരക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുറച്ചുകൂടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? അതെ അതെ, അമ്മ ശക്തി. എന്തുണ്ട്? അതെ, ഞങ്ങളും തിരൂരിന്നാണ്. തിരൂരിന്നാണ്.
ഞങ്ങൾ തിരുവരുന്നാ വരുന്നത്. തിരൂരിന്ന് നല്ല ചൂടാണ്. ഞങ്ങളെല്ലാരും ഒന്നിച്ചിട്ട് ആണല്ലേ? ഓ ശരി ശരി. എന്നിട്ട് ഇന്നത്തെ തൊഴുത് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാ പൊങ്കാലയ്ക്ക് ഇടുന്നത്? പായസം മാത്രമേ ഉള്ളൂ? അല്ല, പായസമല്ല, വേറെ പൊങ്കാല ഇടുന്നുണ്ട്. വെള്ളച്ചോറ്. അതിനെയോ? മണ്ടപ്പൊങ്കല. മണ്ടപ്പുറ്റുണ്ട്. ഈ മണ്ടപ്പുറ്റൊക്കെ തലവേദനയ്ക്ക് അങ്ങനെയല്ലേ? അതിനൊക്കെ തന്നെയാണ് ഇടുന്നത്. ആണ്. തലകറക്കത്തിന് വേണ്ടി പരിപാടി അതൊക്കെ കേട്ടറിഞ്ഞ് അങ്ങനെ ഇടുന്നത്. കേട്ടറിഞ്ഞ് അങ്ങനെ ഇടുന്നത്. അപ്പൊ അമ്മയുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചെയ്താൽ നമ്മളെ അസുഖം മാറുന്നുള്ളൊരു അതെ അതെ അതെ. അപ്പൊ ആ വിശ്വാസത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്യൂ അവിടെ നല്ല നീണ്ടു കിടപ്പുണ്ട്. കുഴപ്പമില്ലല്ലോ, നിൽക്കും. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അവര് നിൽക്കാൻ തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കും. ഇവിടെ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ നമുക്ക് ട്രസ്റ്റിനോട് പങ്കുവെക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ക്യൂവിൽ കിട്ടിയാൽ അവർക്ക് നല്ലതാണ് എന്ന് അവർ പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ അങ്ങനെ ഒരു സംഭവം കണ്ടിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അത്രയോ ആളുകൾ ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വരും മണിക്കൂറുകൾ, ഇപ്പോൾ രാവിലെ ആയതല്ലേ ഉള്ളൂ, വരും മണിക്കൂറുകളിൽ അത് ഏർപ്പെടുത്തുമായിരിക്കും. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റൊക്കെ SPC കുട്ടികൾ നിരവധി പേര് ഇവിടെ വന്ന് ഈ പൊങ്കാല സമയത്ത് ഇവിടെ വെള്ളം കൊടുക്കുകയും ഇവർക്ക് വേണ്ട സഹായം ചെയ്യുകയും വഴി അറിയാത്തവരെ കൊണ്ടുപോയി വഴി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു ടീമുണ്ട്. ഇങ്ങോട്ട് പോയാലോ? നമുക്ക് സെയിം യൂണിഫോമിൽ നിൽക്കുന്നു. ഹലോ ഹലോ ഹലോ, ഒന്ന് ഇങ്ങോട്ട് നോക്കാമോ? ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഹലോ. കുറെ സുന്ദരിമാര് കേട്ടോ. രാവിലെ വന്നപ്പോ ഭയങ്കര വൈബ്, എല്ലാരും ഒരുപോലെ. എന്താണ് സംഭവം? എന്താ? ഒരു ഭജന അവതരിപ്പിക്കുന്നുണ്ട് സ്റ്റേജില്. ഓ, എന്താണ് സംഭവം? ഭജന കേട്ടില്ല. ഭജന അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എവിടുന്നാ വരുന്നത്? കോഴിക്കോട് നിന്ന് വരികയാണ്. ഇത് ആദ്യത്തെ തവണയാണോ? ആദ്യത്തെ തവണയാണോ? എല്ലാ തവണയും അവതരിപ്പിക്കാറുണ്ട്. അല്ല, ഭജന അവതരിപ്പിക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ എല്ലാ വർഷവും വരാറുണ്ട്. എന്തായാലും കലക്കി കേട്ടോ. നിങ്ങളുടെ യൂണിഫോം എവിടെ നല്ല സുന്ദരികളായിട്ടുണ്ട് എല്ലാരും. അപ്പൊ പൊങ്കാല ഇടുന്നുണ്ടോ? ഉണ്ട്. എല്ലാരും ഇടുന്നുണ്ടോ? എവിടാ? അരിസ്റ്റോ ജംഗ്ഷൻ ഇടുന്നുണ്ട്. എന്നിട്ട് ഇന്ന് തന്നെ നാളെ തന്നെ പോവോ? നാളെ തന്നെ പോകും. എന്നാ വന്നത്? ഇന്നലെ. എന്നിട്ട് എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തിന്റെ ഒരു വൈബ്? എങ്ങനെയുണ്ട്? അടിപൊളി വൈകിട്ടല്ലേ? ലൈറ്റ് കാണാൻ പോയോ? പിന്നെ രാത്രി ഞങ്ങൾ ഇതിൽ കിടക്കുമ്പോൾ 12:30 ആയിട്ടുണ്ട്. അടിപൊളി. പിന്നെ കിടന്നാലും വർത്താനം ഉണ്ടാവുമല്ലോ അല്ലേ? എന്നിട്ടോ? നല്ലൊരു വൈബ്. ഞാൻ അടുത്ത കൊല്ലം ഇങ്ങനെ ആവാൻ വേണ്ടി കാത്തുക. ഞങ്ങള് വരാൻ പറ്റട്ടെ നമ്മോട് പ്രാർത്ഥിച്ചിട്ട് പോകണം. അമ്മ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ? നമ്മുടെ നേർച്ചകൾ എന്തെങ്കിലും വേറെ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് കത്തിക്കണം. ഭജന കഴിഞ്ഞിട്ട് കത്തിക്കാം. ഇപ്പോഴാണോ പ്രോഗ്രാം? ഇപ്പൊ 8 മണിക്ക് 8 to 9 വരെ. എല്ലാം കോഴിക്കോടുകാരാണോ? അതെ, ഞങ്ങൾക്ക് റിലേറ്റീവ്സും കൂടെയാ. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരു ഫോം ചെയ്ത ഈ ഭജന സംഘം? നമ്മള് സ്ഥിരമായിട്ട് വരാറുണ്ട്. വീട്ടമ്മമാരുടെയാണ്. നേരത്തെ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ വീട്ടമ്മമാരായവരാണോ? അല്ല, ആദ്യം മുതലേ വീട്ടമ്മമാരായിട്ടുള്ളവരെല്ലാം ചേർന്ന ഒരു ഭജന സംഘം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗംഭീരം. നിങ്ങളിപ്പോ പൊളിക്ക്. അടിപൊളിയാവട്ടെ. എല്ലാവിധ ആശംസകളും കേട്ടോ. പൊങ്കാലയ്ക്ക് ഇനിയും വരണം എല്ലാരും. അപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ ഉള്ളത്. അവരൊരു ഗ്രൂപ്പായിട്ട് വന്നാണ്. നമുക്കറിയാം ഇവിടെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ ഇവിടെ സ്റ്റേജ് ഉണ്ട്. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് എപ്പോഴും കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവിടെ ഒരു ഭജന നടക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ചാൻസ് ഇവർക്കാണ്. അപ്പൊ ഇവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. കോഴിക്കോട് നിന്ന് വന്ന സംഘമാണ്. പൊങ്കാല ഇടുന്നുണ്ട്, അതിനൊപ്പം ഭജന കൂടി നടത്തി ദേവിയെ തൊഴുത് മടങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ ആതിഥേയത്വം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്ന നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ഈ 10 ദിവസവും എന്ത് സഹായവും ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു രീതി തിരുവനന്തപുരത്തുകാർക്കുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം, ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എല്ലാ വീടുകാരും, ഈ പൊങ്കാല തൊട്ടടുത്തുള്ള മുൻവശത്ത് പൊങ്കാലയുള്ള എല്ലാ വീടുകളും അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ക്യൂ, അത് ഇവിടെ മറ്റൊരു ക്യൂ കോംപ്ലക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെയും ഒരു ഏകദേശം ഒരു 10 വരി, 10 കൂടുതലുണ്ട്. ഈ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി അച്ഛാ? 3 മണിക്കൂറായി. അയ്യോ, 3 മണിക്കൂറായി. എവിടുന്നാ? ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണോ? ശരി. അപ്പൊ എന്നാ വന്നേ? ഞങ്ങൾ ഇന്നലെ വന്നു. എന്നിട്ട് ഇന്ന് തൊഴാൻ വന്നു. നാളെ പൊങ്കാല വേണ്ടിട്ട് ആകെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നല്ലേ? വെള്ളം കിട്ടിയായിരുന്നു. ആണോ? കിട്ടിയായിരുന്നു. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് വെള്ളം കിട്ടി കേട്ടോ. ഒരാൾ ഇവിടെ പാല് കുടിക്കുന്നു ക്ഷീണിച്ച്. ഇതെല്ലാം നിങ്ങളെല്ലാം ഒരുമിച്ച് വന്നാണോ? ഓ ശരി. പൊങ്കാല ഇടുന്നുണ്ടോ?
ഉണ്ട്. ഇവിടുത്തെ ഏരിയാണോ? അല്ല, എവിടെയാ? കായംകുളം. എല്ലാ തവണ ഇടാറുണ്ടോ? ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ട് തിരക്ക്? ആദ്യം കണ്ടിട്ട് വരാറുണ്ടായിരുന്നോ തൊഴാൻ? ഇല്ല, ആദ്യമായിട്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാ. ഇപ്പൊ ഇങ്ങനെ ഒരാളെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ചോദിച്ചവരെല്ലാം വർഷങ്ങളായിട്ട് വരുന്നവരാ. എന്തോ തോന്നുന്നു കണ്ടിട്ട്? എന്തായാലും ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അതിലൊരാളാകാൻ പോവാണ്. ചൂടുണ്ട്. പൊങ്കാല എങ്ങനെ ഇടേണ്ടതൊക്കെയുള്ള ഉപദേശമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കൂടെ ആരാ ഉള്ളത്? ഉണ്ട്. അപ്പൊ ഇവരൊക്കെ നേരത്തെ ഇട്ട് പരിചയമുള്ളവരുണ്ടോ? ഉണ്ട്. അപ്പൊ ആണോ? ഇവിടെ തന്നെയാ? തിരുവനന്തപുരത്ത് വരിക? അടിപൊളി. അപ്പൊ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ? ആണല്ലേ? ഞാൻ നമ്മുടെ ആതിഥേയത്തെ കുറിച്ച് പറയുമായിരുന്നു. അതായത് നമ്മൾ ഈ സമയത്ത് നമ്മൾ തിരുവനന്തപുരത്തുകാരെല്ലാം സഹായം ചെയ്യുന്ന സമയം അല്ലേ? ഇത്ര പേരാന്നറിയോ ഓരോ വീടുകളിലും വന്ന് 2-3 ദിവസം തങ്ങുന്നത്. അപ്പൊ നമുക്ക് കിടക്കുന്ന സ്ഥലം പ്രശ്നമല്ല, കഴിക്കുന്ന ഭക്ഷണം പ്രശ്നമല്ല, ഒരൊറ്റ കാര്യമുള്ളൂ, പൊങ്കാല. അതിടണം എന്നുള്ളൊരു കാര്യമാണ് അല്ലേ? ഒരമ്മ അവിടെ ക്ഷീണിച്ചിപ്പോൾ ഞാൻ അമ്മ എടുത്ത് വിട്ടു. അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞേ. ചാരി നിൽക്കുകയാണ്. കയ്യാണ്ടായോ? നിന്ന് എവിടുന്നാ വരുന്നേ? പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട്. ആ, അറിയാം. ആദ്യമായിട്ടാണ്. ക്ഷീണിച്ചല്ലോ. ചാരി നിൽക്കുകയാണ് ഇപ്പൊ. കുറെ മണിക്കൂറായോ വന്നിട്ട്? കുറെ ആയി. ഇത്രയും പോണം അല്ലേ? കറങ്ങി പോണം. 3 മണിക്ക് ക്യൂ നിൽക്കണം. 3 മണിക്ക് രാവിലെ വന്ന് ക്യൂ നിൽക്കുവാണ്. അയ്യോ, ഭക്ഷണം കഴിച്ചിട്ടില്ല. പുലർച്ചെ ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, അവിടെ പോയി ദേവിയെ കാണണം അല്ലേ? അപ്പൊ ഇന്ന് വന്ന് എന്താ? നാളെ വരണില്ലേ ഇനി? അല്ല, നാളെ ഉണ്ട്. ഞങ്ങൾ പൊങ്കാല ഇട്ടേ പോണുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. നാളെ പൊങ്കാല ഇട്ട് വരുന്നുണ്ടോ? ഉണ്ട്. വെള്ളം കണ്ട് പൊങ്കാല ഇട്ട് ഇവിടെയാണ് ഇടുന്നത്. ഓ, ശരി. അപ്പൊ അമ്പലത്തിനകത്ത് പൊങ്കാല ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് വലിയ ഭാഗ്യമാണെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. സ്ഥലം കിട്ടുന്നത് വലിയ ഭാഗ്യമാണെന്ന് പറയും. അമ്പലത്തിനകത്ത് പൊങ്കാല ഇടാൻ പറ്റുന്നത് വലിയ പുണ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ശരി. അപ്പൊ ഇവിടെ ഹലോ, എവിടത്തെയാണ് സ്ഥലം? എവിടെയാ? ട്രിവാൻഡ്രം. എങ്ങനെയുണ്ട് നമ്മുടെ പൊങ്കാല? സൂപ്പറാ. ലൈറ്റ് കാണാനൊക്കെ പോയോ? പോയി. നമ്മുടെ ലൈറ്റ് കാണാനൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ? വീട്ടില് വെളിയിലൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്രാവശ്യം ആരും വന്നിട്ടില്ല. എല്ലാവർക്കും അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ പൊങ്കാല ഉണ്ടല്ലോ. ശരി. അപ്പൊ ദൂരം നിന്നുള്ളവരാരും ഇല്ല. അവരവരുടെ വീട്ടിൽ പൊങ്കാല അത് സെറ്റായിട്ട് ഇടുന്നു. എന്തൊക്കെയാ ഇന്നത്തെ വിഭവങ്ങൾ? എന്തൊക്കെയാ? വെള്ള പായസം ഇടുന്നുണ്ട്, ശർക്കര പായസം, തെരളി. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ഈ ക്യൂവിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. 3 മണി മുതൽ, രാവിലെ 3 മണി മുതലൊക്കെ വന്ന് കാത്തു നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവര് ഇന്ന് ഈ ദേവിയെ തൊഴുതതിന് ശേഷം നാളെ പൊങ്കാല അർപ്പിച്ച ശേഷമാകും നാട്ടിലേക്ക് മടങ്ങുക. ഒരു 3-4 ദിവസത്തെ ട്രിപ്പാണ് പലർക്കും പൊങ്കാല ട്രിപ്പ് എന്ന് തന്നെ പറയും. കാരണം ഒരു പ്രത്യേക വാഹനമൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട് ഈ നടപ്പന്തലിൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു നേരത്തെ പറഞ്ഞു അങ്ങനെ അവർ കൊടുക്കുന്നില്ല എന്നൊരു പരാതി പറഞ്ഞു. പക്ഷെ അവർ ഈ നടപ്പന്തലിലേക്ക് എത്തുമ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേക ആളുകളുണ്ട്. കൃത്യമായിട്ട് ഈ പന്തൽ നിൽക്കുന്നവർക്ക് എത്രയോ മണിക്കൂറുകളായി നിൽക്കുന്നവരാണ്. ഈ രാവിലെയൊക്കെ ഉറക്കളച്ച് ഇന്നലെ രാത്രി തന്നെ ഈ വന്നവരെല്ലാവരും ലേറ്റായിട്ടൊക്കെ വന്നവരായിരിക്കും ഇങ്ങോട്ടേക്ക്. അതിനുശേഷം ലേറ്റായിട്ട് ഉറങ്ങിയവരായിരിക്കും. അപ്പോ അതിനുശേഷമാണ് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഭജന നടക്കുന്ന വേദിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ മുഖ്യമായിട്ട് എല്ലാ ദിവസവും എല്ലാ തവണയും ഓരോ സംഘങ്ങൾ ഇങ്ങനെ ഭജന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘത്തിന്റെ ഭജന ഇപ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചു നേരം നമുക്ക് ആ ഭജനയൊക്കെ കൊടുക്കാം.
ഓല വെച്ച് കെട്ടിയേക്കുന്നില്ലേ? പൊങ്കാലയിലേക്കുള്ള ദൈർഘ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നു. ഒരു തവണയെങ്കിലും ദർശനം നടത്തിയ ശേഷം പൊങ്കാല ഇടുക, അത് പലരുടെയും ലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വലിയ തിരക്കാണെന്ന് അറിഞ്ഞിട്ടും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ കാണുന്നത് ക്യൂ കോംപ്ലക്സ് ആണ്. ക്യൂവിൽ നിരവധി ആളുകളാണ് നിൽക്കുന്നത്. അപ്പോ ഇവിടെയുള്ള ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും 3 മണിക്കൊക്കെ വന്ന് നിൽക്കുന്നവരാണ്. നമുക്ക് ഒരു അമ്മ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പൊ അമ്മ അറിയോ? അമ്മ പറയൂ, എവിടുന്നാ വരുന്നത്? വയനാട്ടിൽ നിന്നാണ്. ബത്തേരി എന്നാണ് വരുന്നത്. അപ്പൊ എന്നാ വന്നത്? 2-3 ദിവസമായി. ഇവിടെ ആരാ അപ്പോൾ ഉള്ള ബന്ധുക്കൾ ആരെങ്കിലും? ബന്ധുക്കളൊക്കെ ഉണ്ട്. എവിടെയൊന്നും പോയില്ല. ശരിക്ക് എല്ലാ അമ്പലങ്ങളിലും പോയി. ഒരു ട്രിപ്പാക്കി പൊങ്കാല അല്ലേ? ഓക്കെ. 3 ബസ്. 3 ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? 150 പേര് പൊങ്കാല ട്രിപ്പാക്കി തിരുവനന്തപുരത്ത് വന്ന സ്റ്റേ ആണ്. അപ്പൊ ഇനി നാളെ പൊങ്കാല കഴിഞ്ഞ് മടക്കം. അപ്പൊ ഇവിടെ ഇപ്പൊ അമ്പലത്തിൽ തൊഴാൻ ആദ്യമായിട്ട് വരികയാണോ? അല്ല, ഇത്തവണ ആദ്യത്തെ തൊഴലാണ്. അപ്പൊ ഇന്നിപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അപ്പൊ മൊത്തത്തിലൊരു ക്ഷേത്രം ചുറ്റലുണ്ട്. അപ്പൊ എല്ലാ അമ്മമാരാണോ അച്ഛന്മാരെല്ലാം? എല്ലാം കൂടുതൽ അമ്മമാരാണ്. എല്ലാ തവണയും നിങ്ങൾ ഇങ്ങനെ വരാറുണ്ടോ? ഞങ്ങളിപ്പോ ഒരു ട്രിപ്പ് ആക്കിയതാണ്. എത്ര വർഷമായി എങ്ങനെ? പൊങ്കാലയ്ക്ക് സ്പെഷ്യൽ വിഭവം എന്താ ഉള്ളത്? ഉണ്ടാക്കണം. അപ്പൊ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ലൊരു പൊങ്കാല ഏതാ? ഏത് രാജിയാ? ഏതാ? സ്കൂൾ പഠിച്ചാണോ? ആണോ? പരിചയമുണ്ടോ അമ്മയ്ക്ക്? ആണോ? ഇതിനെക്കൊണ്ട് പിടുത്തം കിട്ടിയിട്ട് എല്ലാവരും ആശംസകളും പൊങ്കാല ആശംസ. ഓക്കെ ആണോ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ശരിയാണോ? അപ്പൊ നമ്മൾ ഈ പൊങ്കാലയ്ക്ക് വരുമ്പോൾ ഒരു ഏറ്റവും വലിയ താല്പര്യം വിശേഷം കൂടിയാണ്. നമ്മളെ പരിചയമുള്ള ഒരുപാട് പേര്, കുറെ കാലം മുമ്പ് നമ്മൾ കണ്ടവര്, ഒരു സൗഹൃദത്തിന്റെ കൂട്ടായ്മ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല ഇത്തവണ 2024 ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ്. അപ്പൊ നാളത്തെ സമയക്രമം ഞാൻ ഒന്നുകൂടി പറയാം. 10:30-ക്ക് അടുപ്പോട്ട് ചടങ്ങ്, അതിനുശേഷം 2:30-യോടെയാണ് നിവേദ്യം. അത്രയും നല്ല ഗ്യാപ്പുണ്ട്, ഒരുപാട് സമയമുണ്ട്. അതിനിടയിൽ ഈ പൊങ്കാല ഇട്ട ശേഷം ക്ഷേത്രത്തിലേക്ക് വന്ന് ദർശനം നടത്തുന്നവരും ഒട്ടും കുറവല്ല എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേകത കാണുന്നവര് നിരവധി ആളുകളാണ്. അപ്പോൾ ചിലര് ഇന്ന് വന്ന് വീട്ടിലേക്ക് പോയി അതിനുശേഷം നാളെ പൊങ്കാലയിട്ട് മടങ്ങുന്നവരുണ്ട്. മറ്റുള്ളവർ നാളെ തന്നെ നമ്മള് കുത്തിയോട്ടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. കുത്തിയോട്ട ബാലന്മാർ എനിക്ക് തോന്നുന്നു 600-ഓളം പേര്, 600-ലധികം കുത്തിയോട്ട ബാലന്മാർ ഇവിടെ ഉണ്ട്. അവരുടെ പ്രത്യേകത, അവര് ദേവീദാസന്മാരെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആകുന്നു എന്നുള്ളതാണ്. 7 ദിവസം തിങ്കളാഴ്ച മുതൽ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അച്ഛനെയും അമ്മയും ഒക്കെ വിട്ട്, വീടൊക്കെ വിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണ്. ദേവിയുടെ അടുത്ത് താമസിക്കുകയാണ്. കുളിയും ആഹാരവും മറ്റ് വ്രതാനുഷ്ഠാനങ്ങളും എല്ലാം ഇവിടെ ആചാര്യം പറയുന്നത് പോലെ ചെയ്യും. അതിനുശേഷം നാളെയാണ് കുത്തിയോട്ട വ്രതം. മറ്റൊന്ന് പെൺകുട്ടികൾക്കായിട്ടുള്ള മറ്റൊരു പ്രത്യേക ചടങ്ങ് എന്ന് പറയുന്നത് താലപ്പൊലിയാണ്. എന്ത് ഭംഗിയാണെന്നറിയാം. താലപ്പൊലി കുട്ടികൾ ഒരുങ്ങി, ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ ഒരുങ്ങി വന്ന് താലപ്പൊലിക്കൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. ഒരു മോള് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്ട. ഇത്ര നേരമായി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ചോദിക്കാം. പേരെന്താ? അമ്മയ. എവിടുന്നാ വരുന്നത്? മലപ്പുറാണോ? മലമ്പുഴ, പാലക്കാട് അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. ഒത്തിരി നേരമായോ നിൽക്കാൻ തുടങ്ങിയിട്ട്? ആണോ? എത്ര സമയമായി? എപ്പോഴാ വന്നേ? രാവിലെ എണീച്ചോ ഇന്ന്? ആണോ? നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ആണോ? പൊങ്കാലയിൽ ഏറ്റവും ഇഷ്ടം എന്താ? പായസം ഇഷ്ടാണോ? ആണോ? ആരൊക്കെയാ വന്നിട്ടുള്ളേ? കുറെ പേരുണ്ട്. ആണോ? അപ്പൊ സ്കൂളിലൊന്നും പോകാത്തോണ്ട് മോളും ഇനി പോകുന്നു അല്ലേ?
അപ്പൊ നല്ലൊരു പൊങ്കാലയൊക്കെ ഇടും കേട്ടോ. ആശംസകൾ, പൊങ്കാല ആശംസകൾ കേട്ടോ. തിരുവനന്തപുരം ഇഷ്ടപ്പെട്ടോ? തിരുവനന്തപുരം ഇഷ്ടപ്പെട്ടോ? ലൈറ്റ് ഒക്കെ കണ്ടോ രാത്രിയില്? രസമുണ്ടോ? അങ്ങോട്ട് നിൽക്കണം. എന്തായാലും പൊങ്കാല ഇടാനായിട്ട് എത്തിയിട്ടുള്ള നിരവധി പേര് അവരെ കാത്തു നിൽക്കുന്ന കാഴ്ച മണിക്കൂറുകളുടെ കാത്തുനിൽപ്പാണ്. 1-2 മണിക്കൂറുകളല്ല എന്നുള്ളത് എടുത്തു പറയട്ടെ, ഓർമ്മിപ്പിക്കട്ടെ. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കും. ദേവിയെ കണ്ട് തൊഴുതു തന്നെയാണ് മടങ്ങുന്നത്. ഈ പൊങ്കാല സാധനങ്ങൾ വാങ്ങിക്കുന്ന പ്രത്യേക ദിവസമാണ് ഇന്ന്. നേരത്തെ വാങ്ങി വെക്കുന്ന പതിവ് കുറവാണ്. പൊങ്കാല സാധനങ്ങൾ അന്ന് അല്ലെങ്കിൽ തലേ ദിവസം വാങ്ങും. അതാണ് പൊങ്കാലയുടെ ഒരു പ്രത്യേകത. അതൊരു സൗഹൃദ കാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ടായ്മയുടെ കാഴ്ച എന്ന് പറയുന്നത് പൊങ്കാല സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതാണ്. മറ്റൊരു രസകരമായ സംഭവമുണ്ട്. ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, സ്ത്രീകൾക്ക് രാത്രിയിൽ, നമ്മൾ രാത്രി നടത്തമൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. രാത്രിയിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ഇറങ്ങി നടക്കാൻ രാത്രി നടത്തമൊക്കെ ചെയ്തവർ. പക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രാത്രി നടത്തം സാധ്യമാകുന്ന, വളരെ ഈസിയായി സാധ്യമാകുന്ന 2-3 ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും ഏത് സ്ട്രീറ്റിലൂടെ വേണമെങ്കിലും സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാം. അത്രയ്ക്ക് വെട്ടവും, പകൽ പോലെ വെട്ടവും ആളുകളും ആരവവും ഒക്കെയാണ് ഈ പൊങ്കാല ദിവസങ്ങളിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പൊങ്കാല സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനെ കുറിച്ചും ഒക്കെ എനിക്ക് പറയാനുണ്ട്. അതുപോലെയാണ് സ്ഥലം പിടുത്തം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, പൊങ്കാലയ്ക്ക് സ്ഥലം പിടിക്കുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വളരെ വേഗം മടങ്ങിയെത്താം. ഇവിടെ ഇനിയും കാഴ്ചകളുണ്ട്, ഇവരുടെ വിശേഷങ്ങളുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് വൈബ്സ് തുടരും. അപ്പൊ മോർണിംഗ് വൈബ്സ് വീണ്ടും തുടരുകയാണ്. പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. നമ്മൾ ഇത്രയും നേരം ക്ഷേത്രത്തിനകത്തായിരുന്നു. അവിടെ നിന്നുള്ള വൈബ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. ഇപ്പൊ നമ്മളുള്ളത് ആറ്റുകാലിന്റെ പുറത്താണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് കവാടം. ആറ്റുകാലിന്റെ കവാടം ഇതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തിരക്കിങ്ങനെ ഓരോ നിമിഷം കഴിയുന്തോറും കൂടി വരുന്നതാണ്. ഈ വെട്ടമാകുന്നതിന് മുമ്പ് ഇവിടെ വന്നവരൊന്നും ഇതുവരെ തൊഴുതിറങ്ങിയിട്ടില്ല കേട്ടോ. ഇരുട്ട് സമയത്ത് ഇവിടെ വന്നവരൊന്നും ഇതുവരെ തൊഴുതിറങ്ങിയിട്ടില്ല. മണിക്കൂറുകളുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. നമുക്കിവിടെ ഒരുപാട് കച്ചവടക്കാരെ കാണാം. ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആളുകൾ. ഇവിടെ ആറ്റുകാൽ വരുമ്പോൾ എപ്പോഴും നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നോന്നൊക്കെ ചോദിക്കില്ലേ? അപ്പൊ അവരൊക്കെ ഇവിടെ വന്ന് ഈ ഒരു സ്ട്രീറ്റിൽ നിന്നാണ്, നമുക്ക് ഈ സ്ട്രീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം വിനോദേ. ഈ സ്ട്രീറ്റിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുക. ഇവിടെ അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഓരോ നേർച്ച സാധനങ്ങളൊക്കെ ഉണ്ടാകും. അഗർബത്തി വാങ്ങുന്നവരുണ്ട്, വെളിച്ചെണ്ണ, നല്ലെണ്ണ വാങ്ങുന്നവരുണ്ട്, അങ്ങനെ വിളക്ക് തിരി വാങ്ങുന്നവരുണ്ട്, പൂ വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ, പല നേർച്ചകൾ. അപ്പൊ നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. അമ്മേ, എന്താണ്? നമസ്കാരമുണ്ട്. എവിടെ നിന്നാണ്? കരുനാഗപ്പള്ളിന്ന് പൊങ്കാലയ്ക്ക് വന്നതാണ്. അപ്പൊ എന്നാ വന്നത്? ഇന്ന് വെളുപ്പിനെ. അപ്പൊ 2 ദിവസത്തെ പരിപാടിയാണ്. 2 ദിവസത്തെ എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ തവണയും വരാറുണ്ട്. ആണ്. അപ്പൊ ഇത്തവണത്തെ സ്പെഷ്യൽ എന്താണ്? മണ്ടപ്പുറ്റ് ആദ്യമായിട്ടാണോ? അല്ല, നേരത്തെ ചെയ്തിട്ടുണ്ട് മണ്ടപ്പുറ്റ്. അപ്പൊ നീ തലവേദനയ്ക്ക് അതുകൊണ്ട് ഇത്തവണ മണ്ടപ്പുറ്റ്. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 11 പേര് ഒരു ടീം. അമ്മമാര് മാത്രമാണോ? ആന്ന്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത് നേരത്തെ. അതാണ്ട് ഇവരെല്ലാം അമ്മയുടെ കൂടെ ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾ എല്ലാ തവണയും വരുന്നാണോ? എല്ലാ തവണയും വരും. വർഷങ്ങളായിട്ട് ഈ ടീമുണ്ട്. അപ്പൊ ആരും വരാതെ ഒന്നും ഇരിക്കത്തില്ല. എല്ലാ വർഷവും വരും. എന്നിട്ട് സമയം നോക്കി ഈ തൊഴാൻ വരുന്ന തലേദിവസം 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അയ്യോ, അപ്പൊ അത് കൃത്യമായിട്ട് എല്ലാ തവണയും 15 പേരുണ്ട്. അപ്പൊ സന്തോഷ മുഖത്ത് കാണുന്നത്. തിരുവനന്തപുരം എങ്ങനെയുണ്ട് അത് ചോദിക്കട്ടെ. അടിപൊളി ആണോ? തിരുവനന്തപുരത്തെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒപ്പിച്ചു തരുന്നുണ്ട്. ആണോ? ഇവിടെ പരിചയക്കാരെയൊക്കെ കിട്ടിയോ? പരിചയക്കാരില്ല, ഞങ്ങള് ചെല്ലുന്ന വീടെല്ലാം പരിചയം. അത് ഞാൻ പറയായിരുന്നു. എല്ലാ തവണത്തെ പ്രത്യേകത ഞാൻ സൗകര്യങ്ങളും സൗകര്യത്തിന്റെ കൂടെ ഒരു കൂട്ടായ്മയാണ്. പുതിയ സുഹൃത്തുക്കളെ കിട്ടും അല്ലെ? അടുത്തിരിക്കുന്ന പൊങ്കാല ഇടുന്നവരുമായിട്ട് ഭയങ്കര കമ്പനിയാവും. ആണോ? അമ്മ അങ്ങനെയാണോ? ഉണ്ട്. അപ്പൊ ഇത്തവണ വന്ന കാര്യമൊക്കെ നടക്കട്ടെ, ശുഭകരമായിട്ട് നടക്കട്ടെ, ഗംഭീര പൊങ്കാല ആയിരിക്കട്ടെ കേട്ടോ. ചൂടുണ്ട്, വെള്ളം കുടിക്കണം. വേണല്ലോ, വെള്ളമൊക്കെ കൃത്യമായിട്ട് കുടിച്ചോളാം. അതാണ് ഇഷ്ടം പോലെ വെള്ളം. ആപ്പിളും ഓറഞ്ചും എല്ലാം തരും. അപ്പൊ ഒരു നിറവ് കിട്ടിയില്ല ഇപ്പൊ നിങ്ങക്ക് തിരുവനന്തപുരത്തെ കുറിച്ച്. അപ്പൊ എന്തായാലും പൊങ്കാല ആശംസകൾ നടക്കട്ടെ.
അപ്പൊ താങ്ക് യു. കായംകുളത്ത് നിന്ന് വന്നൊരു ടീമിനാണ് നമ്മൾ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പറയിച്ചതല്ല. തിരുവനന്തപുരത്തുകാരുടെ ആതിഥേയത്വം അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ പൊങ്കാലയ്ക്കും വരുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റ് ഞാനിപ്പോ പറഞ്ഞ ഈ കടകളാണ്, ഈ വശത്തൊക്കെയുള്ള കടകളാണ്. മറ്റൊരു നേർച്ചയാണ് ഈ ആറ്റുകാലിലെ മറ്റൊരു നേർച്ച എന്ന് പറയുന്നത്. അവിടോട്ടൊന്ന് വരും വിനോദിനെ കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. ഇവിടെ ഈ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാം. ഇത് എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇതെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഓരോരോ പടമുണ്ട്. ഇത് ആൾരൂപം അല്ലേ? ഇത് ആൾരൂപമാണ്. ഇത് തേള് അല്ലേ? പല്ലിയാണ്. ഇത് തേളല്ലേ? പല്ലി, തേള്, അങ്ങനെ ആൾരൂപം, കയ്യ്, കാല്. ചേട്ടാ, ഞാൻ ആൾരൂപം മേടിച്ചപ്പോ അവിടെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മേടിച്ചു വെച്ചു. അങ്ങനെ ഉണ്ടോ? അവിടെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് 10 രൂപ രസീത് എടുക്കാൻ. അത് എന്നാ അതായത് കുറെ കൺഫ്യൂഷൻസ് നമുക്ക് വരും. ഇതിപ്പോ ഒന്നുമില്ല, നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ട് കാണിക്കുകയും അവര് കണ്ട നമ്മള് കാണിക്കുകയും ചെയ്തിടാം. അപ്പൊ കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. ഓക്കെ. അല്ല, 10 രൂപ അവർക്ക് കിട്ടാൻ വേണ്ടി അവര് രസീത്. അതാണ്. അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ ഇടുന്ന എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ കൈക്ക് വേദനയോ അല്ലെ കാലിന് വേദന, അങ്ങനെയാ വിശ്വാസം. അപ്പൊ 1 രൂപ ഇടുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം. ആട് ഇതെന്തിനുള്ളതാ? ആടിന് അസുഖം വരുമ്പോ, അതായത് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗം ആടിന് അസുഖം വരുമ്പോ ഇത് വാങ്ങിയിട്ട് നമ്മളൊരു തലയ്ക്ക് തലവേദനയൊക്കെ ഉള്ളവർക്ക് തലയിടാം, കാലിടാം. അങ്ങനെ കാല് കണ്ടോ, കാല്, അങ്ങനെ ഓരോരോ രൂപങ്ങളുണ്ട്. തലയുണ്ട്, ആണിന്റെ തല, പെണ്ണിന്റെ. കൃത്യമായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന് എത്ര രൂപയ്ക്കാ കൊടുക്കുന്നേ? നമ്മൾ 10 രൂപ 20 രൂപ. ഓ, ശരി. അപ്പൊ ഇതെങ്ങനെയുണ്ട്? കച്ചവടം ഉണ്ടോ ഇത്തവണ? കച്ചവടം ഉണ്ടോ? വലിയ ഗുണമില്ല. വലിയ കുഴപ്പമില്ല, വലിയ ഗുണവും ഇല്ല അല്ലേ? കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ടോ? ഞാൻ 10, 45, 50 വർഷത്തിൽ കൂടുതലായി. 50 പൊങ്കാല കണ്ട ആളാണ് നിൽക്കുന്നത്. ഓക്കെ കേട്ടോ. അപ്പൊ 64 വയസ്സായി. ഓക്കെ. അപ്പൊ എന്തായാലും കച്ചവടം നടക്കട്ടെ, പൊടി പൊടിക്കട്ടെ. അപ്പൊ അതാണ് മറ്റൊരു ഈ ആറ്റുകാലിലെ ഒരു നേർച്ച അല്ലെങ്കിൽ ഒരു വഴിപാടെന്നൊക്കെ പറയുന്ന ഈ കാലും തലയും മനുഷ്യരൂപവും ഒക്കെ ഇങ്ങനെ വാങ്ങി നമ്മളിടും. പൂ വയ്ക്കുന്ന അമ്മമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇന്നത്തെ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നിടത്ത് കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ഇന്നും ചോറ്റാനിക്കര മകമാണ് കേട്ടോ. മകം തൊഴാൻ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ 5:30 ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടും ഇറക്കി പൂജയോടും കൂടിയാണ് മകം തൊഴൽ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. പറകൾ സ്വീകരിച്ച ശേഷം ദേവി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. തുടർന്ന് മകം എഴുന്നള്ളിപ്പാണ്. 11-ന് നട അടയ്ക്കും. അതിനുശേഷം മകം തൊഴലിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഭക്തർക്ക് സർവാഭരണ വിഭൂഷിതയായ ദേവിയെ കാണാനുള്ള അവസരമുള്ളത്. 2 മണി മുതൽ എത്ര മണി വരെയാണെന്ന് ചോദിച്ചാൽ രാത്രി 10 വരെ മകം തൊഴാനുള്ള അവസരമുണ്ട്. വലിയ തിരക്ക് മകം തൊഴാനും ചോറ്റാനിക്കരയിലേക്കും ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ് അവിടെ മകം തൊഴൽ എല്ലാ തവണയും നടക്കുന്നത് പോലെ അതും നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഓരോ സമയം കഴിയും തോറും ഇവിടെ ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ് എന്നുള്ളതാണ്. ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നു. ചൂട് തുടങ്ങിയെന്ന് പറയാം കേട്ടോ. ചൂട് ഗംഭീര ചൂടാണ് തിരുവനന്തപുരത്ത്. മറ്റ് ജില്ലകളിൽ എറണാകുളത്തൊക്കെ ഗംഭീര ചൂട്. അവിടുന്ന് വരുന്നവർക്ക് ഇവിടെ വലിയ ആശ്വാസമായിരിക്കും. പക്ഷെ നാളെ കുറച്ച് കടുക്കും എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും പൊങ്കാല ഈ ക്ഷേത്ര പരിസരത്തൊക്കെ പൊങ്കാലയുണ്ട് കേട്ടോ. ഇതിനകത്ത് പൊങ്കാലയുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമുക്ക് ഈ മൈക്ക് വലിയ രീതിയിൽ ഇവിടെ ശബ്ദത്തിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് പറയുന്നതിനും പോകുന്നതിനും ഒക്കെ ഒരു പരിമിതിയുണ്ട്. എങ്കിലും മാക്സിമം കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ പൊങ്കാലയുടെ സാധനങ്ങൾ കണ്ടോ, അരി, ശർക്കര, തേങ്ങ, നെയ്യ്, ഇത്തരം സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ഇവിടെ. ഇതൊക്കെ എല്ലാ തവണയും ഈ സമയത്ത് വാങ്ങുന്നവരുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ വാങ്ങി വെക്കുന്നവർ കുറവാണ്. എല്ലാ തവണയും സമയത്താണ് വാങ്ങുന്നത്. അപ്പോൾ ഈ അരിയൊക്കെ ഒരു കലത്തിലിടുന്നതിനുള്ള അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് ഇടാം. ഈ കലം, നമ്മുടെ അലുമിനിയം കലമുണ്ട് ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ചട്ടി, മൺകലത്തിലിടുന്ന പൊങ്കാല അത് തന്നെയാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും മൺകലത്തിൽ പൊങ്കാല ഇടുന്നത്. മറ്റൊന്ന് ഹരിത പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞതുപോലെ അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതും അവിടെ നോക്കാനായിട്ടൊക്കെയുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ പൊങ്കാല നഗരിയിലേക്ക് കൊണ്ടുവരരുത്, അല്ലെങ്കിൽ അത് നിക്ഷേപിക്കരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ നേരത്തെ തന്നെ തന്നിട്ടുമുണ്ട്. പോലീസുകാരുടെ കാര്യത്തിലും നമുക്കറിയാം 2000-ഓളം പോലീസുകാരെയൊക്കെ എല്ലാ തവണയും ഇവിടെ വിന്യസിക്കാറുണ്ട്. ഒരു അപകടവും വരാതെ
ഒരാപത്തും വരാതെ ആർക്കും ഒരു വിഘ്നവും ഇല്ലാതെ പൊങ്കാല നടത്തി മടങ്ങിപ്പോകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് എല്ലാ തവണയും നമ്മൾ കാണാറ്. അപ്പോൾ ഇത്തവണയും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോയാലോ? കൊല്ലം തലവൂർ പൂരം നാളെ നടക്കും എന്നുള്ളതാണ്. തലവൂരിലെ പൂരം കാണാനും അവിടെ ആളുകളുണ്ട്. ഇതൊരു ഉത്സവ കാലമാണല്ലോ, അപ്പൊ തലവൂരിലെ പൂരം നമുക്ക് കാണാം. ഇത്തവണ വെടിക്കെട്ടില്ല, വെടിക്കെട്ട് നിയന്ത്രിച്ചുകൊണ്ട്, വെടിക്കെട്ടില്ലെന്നല്ല, വെടിക്കെട്ട് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇത്തവണ പൂരവും കുടമാറ്റവും നടക്കുന്നത്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ടിട്ട് തിരിച്ച് ആറ്റുകാലിലേക്ക് എത്താം. തലവൂരിന്റെ ഉത്സവത്തിനായി നാട് ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയാണ് പൂരം. മുത്തുക്കുടകളും ആർച്ചുകളും ഫ്ലക്സുകളും പോസ്റ്ററുകളും കൊണ്ട് നാട് പൂരത്തിന്റെ വരവറിയിച്ചു കഴിഞ്ഞു. പാണ്ടിത്തിട്ട 121 നമ്പർ ശങ്കരവിലാസം NSS കരയോഗത്തിനാണ് ഇക്കുറി ഉത്സവാഘോഷ നടത്തിപ്പിനുള്ള നറുക്കു വീണത്. ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ കാലങ്ങളായി നമ്മളെ തലവൂർ പൂരം എന്ന് പറയുന്നത് ഓരോ കരക്കാരാണ് ആ ഘോഷയാത്ര നടത്തുന്നത്. അപ്പോൾ അതൊരു മത്സര സ്വഭാവം എല്ലാ കരക്കാർക്കും ഉണ്ട്. ഒരു വർഷം നടത്തുന്നതിനെക്കാട്ടി ഗംഭീരമായ ഒരു ഘോഷയാത്രയാണ് അടുത്ത കരക്കാർ നടത്തുന്നത്. അപ്പോൾ ഞങ്ങളും ആ ഒരു മത്സര സ്വഭാവം നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടെ വ്യത്യസ്തമായി തൃശ്ശൂർ പൂരം എന്ന രീതിയിലേക്ക് തലവൂർ പൂരത്തെ കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തുന്നത്. തനത് കലാരൂപങ്ങൾക്ക് പുറമെ പ്രസിദ്ധമായ തൃശ്ശൂർ പുലിക്കളി, മലബാറിൻ്റെ അനുഷ്ഠാന കലയായ തിറയാട്ടം, മലബാർ തെയ്യം, കോഴിക്കോടിൻ്റെ ചിരപുരാതന പാവാട ഡാൻസ്, ബ്യൂഗിൾ ഡാൻസ് തുടങ്ങിയ പുതുമകളുമുണ്ട്. വാദ്യഘോഷങ്ങളും പൂരത്തിന് മാറ്റുകൂട്ടും. പാണ്ടിത്തിട്ട, ഗുരുസി, കാമൻകാവ്, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയോടെ ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങൾക്കൊപ്പം ചമയവിളക്കും ഉണ്ടാകും. തലവൂരിൻ്റെ സാംസ്കാരികതയും പൈതൃകവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മിനി പൂരമാണ് നമ്മൾ തലവൂർ ഇപ്പോഴും നിലവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ പൂരം കാണുന്ന അതേ സുഖത്തോടു കൂടിയും അതേ ഉന്മേഷത്തോടെയും അതേ ആരവത്തോടെയുമാണ് തലവൂർ പൂരം ഈ വട്ടം നമ്മുടെ സംഘാടകർ എത്തിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള കലാപരൂപങ്ങൾ, നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത തിറയാട്ടം എന്ന് പറയുന്നത്, മലബാർ മാത്രം കണ്ടുവരുന്ന തെയ്യങ്ങൾ, തൃശ്ശൂർ പൂരത്തിൽ കാണുന്ന അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ മാത്രമുള്ള പുലികളി, ഇത്തരത്തിലുള്ള വിവിധ കലാരൂപങ്ങൾ നമ്മൾ ഈ വട്ടം തലവൂരിലേക്ക് ഇറക്കുകയാണ്. തലവൂരിൻ്റെ പൈതൃകത്തെ വിളിച്ചോതുന്ന, തലവൂർ ദേശത്തിൻ്റെ പൈതൃകത്തെ വിളിച്ചോതുന്ന, മുഴുവൻ ദേശവാസികളെയും ഒത്തൊരുമിക്കുന്ന രീതിയിലുള്ളൊരു ഉത്സവമാണ് തലവൂർ പൂരം. ക്ഷേത്ര മൈതാനിയിൽ 11 ഗജവീരന്മാരെ അണിനിരത്തി കുടമാറ്റവും പൂരമേളവും നടത്തും. പൂരത്തിന് മേളക്കൊഴുപ്പേകുന്നത് മേളപ്രമാണി കടവൂർ അനിലും 51 വാദ്യകലാകാരന്മാരുമാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിനെ വെല്ലുന്ന ഒരുക്കങ്ങളാണ് നാട് ഒരുക്കിയിരിക്കുന്നത്. ഒരു നാടിൻ്റെ ഉത്സവമായി മാറുകയാണ് തലവൂർ പൂരം. പൂരനഗരിയിൽ നിന്നും മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ. അപ്പൊ തലവൂർ പൂരത്തിന്റെ വിശേഷങ്ങളിൽ നമ്മൾ വീണ്ടും ആറ്റുകാൽ പൊങ്കാല നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരു വലം വെച്ച് കേട്ടോ, നിങ്ങളെ പൊങ്കാല കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ ഞാൻ ബ്രേക്കിന് മുമ്പ് പറഞ്ഞു പോയൊരു കാര്യം, ഈ പൊങ്കാല സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു രസമാണെന്ന് പറഞ്ഞില്ലേ, ഈ നടപ്പ് രാത്രി നടക്കുന്നതാണ് കേട്ടോ രസം. സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് പൈസക്കായിട്ട് വന്ന കുറെ സാധനങ്ങളൊക്കെ വാങ്ങി, ഇതാ ഇവിടെ പെറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പെറ്റ് ഷോ ഒക്കെ കണ്ട് ലൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനം. പൊങ്കാലയിലെ ലൈറ്റാണ് ഏറ്റവും പ്രധാനം. അത് ലൈറ്റ് കാണുക, നമ്മുടെ ഓണാഘോഷത്തിനും തിരുവനന്തപുരത്തുകാർ പറയും അങ്ങനെ ലൈറ്റ് കാണൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം തന്നെ നമുക്കുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങി വെറുതെ ഇങ്ങനെ നടക്കുക, ലൈറ്റൊക്കെ കണ്ട് കൂട്ടൊക്കെ കൂടി ഇങ്ങനെ നടക്കുക. അപ്പൊ അത് ഇത്തവണയും പൊങ്കാലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തുള്ളവർ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ അത്രയും തിരക്കാവും. എന്തായാലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. KSRTCയുടെ പ്രത്യേക ബസ്സുകൾ KSRTC ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രെയിൻ സർവീസ് പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഒരു പ്രേക്ഷകനെ കിട്ടിയിട്ടുണ്ട്. നിക്കേട്ടാ, നമ്മുടെ ഒരു പ്രേക്ഷകനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേരെന്താ? ആണോ? ന്യൂസ് 18 കാണാറുണ്ട്, സ്ഥിരം പ്രേക്ഷകനാണ്. ഓ, ടോം ചേട്ടന്റെ ഫ്രണ്ടാണ് കേട്ടോ. ഓക്കെ, ശരി ശരി. എങ്ങനെയുണ്ട് പൊങ്കാല ഇത്തവണ? നല്ല രീതിയിൽ ചേട്ടൻ തിരുവനന്തപുരത്തുകാരനാണോ? അല്ല, സോറി, ഞാൻ എറണാകുളത്താണ്. ഓ, ജോലിക്ക് വന്നതാണ്. എന്താ പറയുന്നത്, പൊങ്കാലയ്ക്ക് എല്ലാവർക്കും വരാറുണ്ട്. എന്റെ വൈഫിനൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത വർഷം ഞങ്ങൾ വരാനിരിക്കുകയാണ്. അടുത്ത വർഷം. ഈ വർഷം ഞങ്ങൾക്ക് വരാൻ മോൾക്ക് ഒരു അസൗകര്യമുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പൊ അടുത്ത വർഷം തീർച്ചയായിട്ടും. അപ്പൊ ഓക്കെ, നടക്കട്ടെ. അപ്പൊ പൊങ്കാല ആശംസകൾ. താങ്ക് യു. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മള് ഞാൻ പറഞ്ഞത് പൊങ്കാല ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ
ആ രീതിയിൽ മുന്നോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പൊങ്കാല സമയത്ത് തലേ ദിവസം സാധനങ്ങൾ വാങ്ങാൻ പോകും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന്റെ കുറെ കാഴ്ചകളുണ്ട്. അത് രസകരമാണ് കേട്ടോ. ഈ സ്ഥലം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാകും, വലിയ തർക്കങ്ങളായിരിക്കും കേട്ടോ. ചില സമയത്തൊക്കെ അടിപിടിയിലേക്ക്, അതായത് കയ്യങ്ങളെയൊന്നുമല്ല, വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പിടിച്ച സ്ഥലമാണ്, അപ്പൊ നമ്മളെപ്പോഴും ചുടുകട്ടയാണല്ലോ നമ്മുടെ അടുപ്പ്. അപ്പൊ 3 ചുടുകട്ടയൊക്കെ വെച്ച് നമ്മൾ സ്ഥലമൊക്കെ പിടിച്ചു പോകും. തലേ ദിവസം കയറൊക്കെ കെട്ടി സ്ഥലം പിടിച്ചു പോകുമ്പോ രാവിലെ വരുമ്പോൾ നമ്മുടെ സ്ഥലം കാണത്തില്ല. അപ്പോ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഒരു ചെറിയ വാഗ്വാദമൊക്കെ ഉണ്ടാവും. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരായിരിക്കും പിന്നെ വലിയ കൂട്ടാവുന്നത്. ഈ പൊങ്കാല ഇട്ട് കഴിയുന്നതോടെ വലിയ കൂട്ടാവും. ഞാൻ പറഞ്ഞ ആ ഒരു സമയമുണ്ടല്ലോ, ആ മണിക്കൂറുകളുടെ ഗ്യാപ്പ്, അതായത് അടുപ്പോട്ട് ചടങ്ങും അതിനുശേഷമുള്ള കാത്തിരിപ്പും നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പും, ഈ സമയത്ത് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് സൗഹൃദം പങ്കിടുന്ന സമയമാണ്. അപ്പൊ ഈ വഴക്കുണ്ടായവർ തമ്മിൽ പിന്നെ വലിയ കൂട്ടാവും. അവർ പിന്നെ നമ്പറൊക്കെ വാങ്ങും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയൊക്കെ ആവും. പിന്നെ സൗഹൃദം, നേരത്തെ ആ അമ്മയൊക്കെ നമ്മളോട് സംസാരിച്ച പോലെ ഇവിടെ അവർക്ക് പെർമനന്റ് ആയിട്ടൊരു സുഹൃത്തുണ്ടോന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എല്ലാവരും ബന്ധുക്കളാണ്, എല്ലാവരും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു കാഴ്ചയാണ്. മറ്റൊന്ന് ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പൊങ്കാലയ്ക്ക് എത്തുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചിരവ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുപോലെ നമുക്ക് ചിലപ്പോ കത്തി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, ചിലപ്പോൾ മറന്നു പോകും. നമ്മള് തവി, ഈ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു മനോഹരമായ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. നമ്മൾ ഇവിടുത്തെ പൊങ്കാല വൈബ്സ് എന്ന് പറഞ്ഞാൽ അത് രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം. കൂടുതൽ ആളുകൾ എത്തുന്നു, അവരുമായി സംസാരിക്കാൻ കഴിയുന്നു, അവരുടെ സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. ആർക്കും സങ്കടകരമായിട്ടുള്ളൊരു മുഖമോ ആശങ്കയുടെ മുഖമോ ഒന്നും ഇവിടെയില്ല. എല്ലാവരുടെ മുഖത്തും ചിരിയാണ്. പ്രത്യേകിച്ച് ആറ്റുകാലമ്മയെ തൊഴുതിറങ്ങുന്ന ഭക്തർ, മണിക്കൂറുകളോളം കാത്തുനിന്ന് തൊഴുതിറങ്ങുന്ന ഭക്തർ, അവരുടെ മുഖത്തൊരു ആ പുഞ്ചിരിയുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ നമുക്ക് എത്ര മണിവരെ നട തുറന്നിരിക്കും, ഇവിടെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്, ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹി ശോഭ നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരും. ഈ തിരക്കിൽ കാണാതെ പോകുന്നവരെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് വന്ന ഇവരെ പോലീസ് അവിടെ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന അനൗൺസ്മെന്റുകളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാരവാഹിയുമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് വൈബ്സിൽ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ തുടരും. അപ്പൊ എന്തായാലും മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് എന്നെക്കാളും പറയാൻ യോഗ്യമായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ശോഭ മാം. ഹലോ മാം. ഹലോ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു പൊങ്കാല? കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളായിരിക്കും വരുന്നത്. ഇപ്പൊ തന്നെ അറിയാം, ഇന്ന് തലേ ദിവസമാണ്. വളരെയധികം ആൾക്കാരാണ് തൊഴാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ ഇതിനേക്കാളും കൂടുതലായിരിക്കും. മാത്രമല്ല ഓരോ വീടുകളിലും ആൾക്കാരുടെ എണ്ണം അന്വേഷണം അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ വീടും പഴയതിനേക്കാളും കൂടുതൽ അംഗങ്ങളാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരു പരിധിവരെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറം ആവശ്യം വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്തായാലും ഈ വർഷം നമ്മള് അടിസ്ഥാന സൗകര്യങ്ങളാണല്ലോ എപ്പോഴും ചർച്ചയാവാറ്. കുടിവെള്ളം, ശുചിമുറി, അതൊക്കെ നമുക്ക് തയ്യാറാണ്. വെള്ളം ആവശ്യത്തിനുള്ളത് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ട്. കുടിവെള്ളം കൊടുക്കുന്നത് ബാരിക്കേഡിൽ കുടിവെള്ളം കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ചൂട് കാരണം ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു കുറച്ച് പേര്, ഒന്നുകൂടെ ഒന്ന് അറിയിക്കണം, ശ്രദ്ധയിൽപ്പെടുത്തണം. ആ അപ്പുറത്തെ വശത്തെ ക്യൂലൊക്കെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അതനുസരിച്ച് പിന്നെ മാത്രമല്ല, ഇവർക്ക് വെള്ളം കൊണ്ടുവരുന്നതിനൊക്കെ ആൾക്കാരുടെ തടസ്സമുണ്ട്, നിറഞ്ഞു നിൽക്കുന്ന കാരണം. അപ്പൊ അതും ഒരു ഡിലേ വരുന്നുണ്ട്. എങ്കിലും മാക്സിമം എന്നുവെച്ചാൽ രാവിലെ 4:30 മുതൽ നിൽക്കുന്നവർക്ക് വേണ്ടി ആൾക്കാർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ആകുമ്പോഴത്തേക്കും
നിൽക്കുന്നവരുടെയും ഒരു അവസ്ഥ വല്ലാത്തൊരു കണ്ടീഷനായിരിക്കും. എങ്കിലും മാക്സിമം കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്ര വെള്ളം കൊടുത്താലും ഈ തിങ്ങി നിൽക്കുന്നുണ്ടുള്ള ചൂട് കാരണം കുറെ പേരിങ്ങനെ തലകറങ്ങി വീഴുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ആംബുലൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ വീഴുന്ന കാരണം, പിന്നെ മാത്രമല്ല ഇവിടെ ഹെൽത്തിന്റെ സെക്ഷനുള്ള ഈ ഇതുണ്ട്, സ്റ്റാളുണ്ട്. അപ്പൊ അവര് പറയുന്ന ഇതാണ്, എല്ലാരും BP ലോ ആണ് വരുന്ന. ആംബുലൻസ് കയറ്റി കഴിയുമ്പോൾ ശരിയാവും, കാരണം എയർ സർക്കുലേഷൻ വന്നു കഴിയുമ്പോൾ മാറുമ്പോ ശരിയാവും. അതൊരു വല്ലാത്ത തിരക്കാണ് ഇപ്രാവശ്യം. അപ്പൊ ഈ നാളെ എത്രത്തോളം ആയിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ മാഡത്തിനെ സംബന്ധിച്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പൊങ്കാല അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വിമൻ പ്രസിഡന്റ് ആദ്യത്തെയാണ്. എങ്ങനെയുണ്ട്? ഒരു പ്രഷർ ഉണ്ടോ? അതിന്റെ ഒരു പ്രഷർ എങ്ങനെയാണ്? സന്തോഷമാണ്. അങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങള് അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാമെന്നുള്ള ഒരു സന്തോഷം. പിന്നെ ഇത് ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാരും കൂടി കൂട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നമ്മുടെ പോലീസുകാരുടെ ഒക്കെ വിന്യാസം അവര് 3500 പേരോളം ഉണ്ട് ഈ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട്. അതിന് മുമ്പേ അത്രയില്ല, എങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇത്തവണ ക്ഷേത്ര പരിസരത്തും ഒക്കെ നല്ലപോലെ പൊങ്കാല ഉണ്ട്. നല്ലപോലെ അതിനുള്ള സൗകര്യം കൂടുതലാക്കിയിട്ടുണ്ട്. ഈ പറമ്പൊക്കെ ഒന്നുകൂടി നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാം. പക്ഷെ ഇതിങ്ങനെ തുറന്ന സ്ഥലം നല്ല ചൂടുള്ള സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഒരു ക്ഷേത്രത്തിൽ ട്രസ്റ്റിന്റെ മാഡം ഒരു വനിതാ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ട്രസ്റ്റിന്റെ ബാക്കിയുള്ള അംഗങ്ങളുടെ ഭാരവാഹി? നല്ല സപ്പോർട്ടാണ്. അത് എനിക്കും ഞങ്ങള് കാലാകാലം ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ നമുക്കിങ്ങനെ ഒരു വ്യത്യാസമില്ല, എപ്പോഴും കാണുന്ന ആൾക്കാരുണ്ട്. വളരെ നല്ല. നാളെ എല്ലാം കൃത്യസമയത്ത് തന്നെ നമ്മുടെ രാവിലെ 10:30 അടുപ്പിട്ട്, അതെ 2:30 നിവേദ്യം, അത് കഴിഞ്ഞിട്ട് 7:30 കുത്തിയോട്ടം, കുട്ടികളുടെ ചൂരൽ കുത്ത്, പിന്നെ അത് ഓരോ അത് കൃത്യമായിട്ടൊക്കെ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തയ്യാറാണ്. പുഷ്പവൃഷ്ടി ഉണ്ടോ? ഉണ്ട്, അതുണ്ട്. പൊങ്കാല സമയത്ത് നിവേദ്യം 350 ശാന്തിക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ അറേഞ്ച്മെന്റ്സ് എല്ലാം കൃത്യമാണ്. പക്ഷെ ഈ തിരക്ക് മാനേജ്മെന്റ് ആണ്. അതാണൊരു പോലീസും ശ്രമിക്കുന്നുണ്ട്, ഞങ്ങളുടെ വോളണ്ടിയേഴ്സും ഉണ്ട്, പിന്നെ സ്പെഷ്യൽ വോളണ്ടിയേഴ്സും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ അല്ലേ? അത് വലിയ ആശങ്കയാണ്. ഇനി എത്ര പേര് വരും, നാളെ എത്ര പേരായിരിക്കും ഇവിടെ വരുന്നത്? ഉള്ള സ്ഥലത്തിൽ കൂടെയല്ലേ ഇവരൊക്കെ പോവേണ്ടത്. പ്രായമുള്ളവർ കൂടുതലാണ്. പിന്നെ മാത്രമല്ല അമ്പലത്തിലെ ഓരോ ദീപാരാധന ഇങ്ങനെ ഓരോ ചടങ്ങ് വരുമ്പോ ഒരു ബ്രേക്ക് വരും. അപ്പൊ പിന്നെ വലിയ റഷായിരിക്കും. അപ്പൊ അതൊക്കെ ഒരു വലിയ ഭയങ്കരമായിട്ട് എന്നാലും അത്യാവശ്യം എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് കാര്യം. ശരി, മാഡം വലിയ തിരക്കിലായിരുന്നു. എന്തായാലും ഈ സമയം വരെ നിങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും. ശോഭ മാഡമാണ് സംസാരിച്ചത്. അപ്പൊ നമ്മള് കേട്ടതുപോലെ 3500-ലധികം പോലീസുകാർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവര് നിയന്ത്രിക്കുമെന്നാണ് പറയുന്നതെങ്കിൽ ആശങ്ക പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നവരല്ല ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇന്ന് കഴിഞ്ഞാൽ നാളെ ഇനി എത്ര പേര് വരും എന്നുള്ള കാര്യത്തിലൊന്നും അവർക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്ക് ഇതിൽ കിട്ടില്ല. കാരണം കേട്ടറിഞ്ഞ് വരുന്നവർ ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ട്രസ്റ്റിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വനിതാ പ്രസിഡന്റായി, ആറ്റുകാൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റായി എത്തുന്നു എന്നുള്ളത് ആദ്യത്തെ സംഭവമാണ്. നേരത്തെ മാഡം വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോ പ്രസിഡന്റായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നാണ് മാഡം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ക്ഷേത്രത്തിന് പരിസരത്ത് തന്നെ കൂടിയിരിക്കുന്ന ആളുകളെയാണ്, ഇത് ഭക്തരെ ആണ് കാണുന്നത്. ഇവര് ഈ പരിസരത്തൊക്കെ തന്നെ പൊങ്കാല ഇടുന്നവരായിരിക്കും എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും പൊങ്കാലയുണ്ട്. അതിന് പുറത്തേക്ക് പലയിടങ്ങളിലും പൊങ്കാല കൂടുതലായി വ്യാപിക്കുന്നു എന്നുള്ളതാണ്. തന്ത്രിമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, 150-ലധികം ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് മാത്രമായിട്ട് നാളെ നിവേദ്യത്തിനായി. കാരണം ഈ കൃത്യമായ സമയത്ത് പൊങ്കാല നൈവേദ്യം കഴിഞ്ഞ് മടങ്ങാൻ കാത്തിരിക്കുന്ന നിരവധി ഭക്തരുണ്ട്. അവരെ കൂടുതൽ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് കൃത്യമായ സമയത്ത് ഓരോ ഭാഗത്തു നിന്നുമുള്ളവരെ കടത്തിവിട്ട ശേഷം മറ്റു മറുഭാഗത്തേക്ക് പോവുക, അവിടെ നിവേദ്യം നടത്തി അവരെ കൃത്യമായി സേഫായി വളരെ സുരക്ഷിതമായി വീട്ടിലേക്ക് മടക്കുക, അതിനുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ട്രസ്റ്റിനെ സംബന്ധിച്ചും പോലീസുകാരെ സംബന്ധിച്ചും കോർപ്പറേഷനെ സംബന്ധിച്ചും ഒക്കെ ഉള്ളത്. എല്ലാ തവണയും പറയാറുള്ളത് പോലെ കോർപ്പറേഷൻ വലിയൊരു പങ്ക് ഇക്കാര്യത്തിൽ വഹിക്കാനുണ്ട്. വെള്ളം, നമ്മളെപ്പോഴും പറയുന്ന അടിസ്ഥാന സൗകര്യം വെള്ളം, അത് കൃത്യമായി ഈ വർഷവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയുന്നു. അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങൾ, ഹെൽത്ത്
വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും അസ്വസ്ഥതയുള്ള ഭക്തരെ അപ്പോൾ തന്നെ ആംബുലൻസിൽ അവിടേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്യുന്നുണ്ട്. ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ രാവിലെ വന്ന് ക്യൂ നിൽക്കുന്നതും ഇനി ഈ അന്തരീക്ഷത്തിന്റെ ചൂടുമെല്ലാം കൊണ്ട് വലിയ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മുൻകരുതെടുത്ത് മഫ്തിയിൽ തന്നെ നിരവധി പോലീസുകാരെ നമുക്ക് ഇന്നും ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ തിരക്ക് കൂടി വന്നിരിക്കുന്നു. ഇപ്പോൾ സമയം 8:10 അടുക്കുമ്പോൾ ഇപ്പം നമ്മൾ മാഡത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് നട അടയ്ക്കുന്നില്ല, ഇന്ന് നട അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നട അടയ്ക്കാനുള്ള സമയം അവർക്കില്ല. കാരണം ഇത്രയധികം ആളുകൾ ഇങ്ങനെ ക്യൂവിൽ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നട അടയ്ക്കാനുള്ള സമയമില്ല. പക്ഷേ അവിടെയുള്ള അകത്തുള്ള പൂജാരിമാർക്കും മറ്റുമൊക്കെ വിശ്രമം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി സാധ്യമാക്കുന്ന രീതിയിലുള്ള സമയക്രമം ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിൽ നടക്കുന്നു. മറ്റൊന്ന് വിളക്കുകെട്ടിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു പോയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നും താലപ്പൊലിയും കുത്തിയോട്ടവും പോലെ തന്നെ ഏറ്റവും മനോഹരമായ വിളക്കുകെട്ട് അത് ഈ രാത്രിയിലാണ് കൂടുതലായും വരുന്നത്. രാത്രിയിൽ ഓരോ വിളക്കുകെട്ട് വരുമ്പോഴും അത് ഓരോ ഭക്തർ അവരുടെ നേർച്ചയായി ചെയ്യുന്ന കാര്യമാണ് വിളക്കുകെട്ട്. വളരെയധികം മനോഹരമായി അലങ്കരിച്ച വിളക്കുകെട്ടുകൾ ദേവിക്ക് സമർപ്പിക്കുന്നതിനായി വരികയും അതിന് മുന്നിലായി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആ വിളക്കുകെട്ടുകൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും അത് ഒരു നേർച്ചയായിട്ട് ഇവിടെ കാണുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ വിളക്കുകെട്ടുകൾ ഓരോ പൊങ്കാല കഴിയുന്തോറും വിളക്കുകെട്ടിന്റെ എണ്ണവും ഇവിടെ കൂടിക്കൂടി വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ സമയം ഇങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ 2-2:30 വരെ ഇവിടെ ദർശനമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് വരുന്ന അവസാനത്തെ ഭക്തനെയും ദർശനം നടത്തി വിടാൻ കഴിയാത്തൊരു സാഹചര്യം ആറ്റുകാലിലുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഒഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഞാൻ നിന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വലം വെച്ച് ക്ഷേത്രത്തെ ഒരു വലം വെച്ച് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ക്യൂ പുറത്ത് ഏറ്റവും ഒടുവിലത്തെ ക്യൂ ആണ് കാണുന്നത്. 2 വശത്തായി ക്യൂ കോംപ്ലക്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തോടെ പോലീസുകാരുണ്ട്. വെള്ളം ഈ ക്യൂ നിൽക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ക്യൂ അഴിക്കുമ്പോൾ അതായത് ഒരു വശത്ത് ആളുകളെ കൃത്യമായി എത്ര ആളുകളെ കെട്ടി നിർത്തി ബാക്കിയുള്ളവരാണ് അകത്തേക്ക് ഇടുന്നത്. അപ്പോൾ അതിന്റെ ഒരു കാഴ്ചയിൽ നമുക്ക് പോവാം. അവിടെ ഈ തുറക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷവും ആ കാത്തുനിൽപ്പിന്റെ ഒരു വിരാമമൊക്കെ നമുക്ക് കാണാൻ അവരുടെ മുഖത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയോ മണിക്കൂർ നമ്മൾ നേരത്തെ കണ്ടവരൊക്കെ തന്നെ ഇപ്പോഴും 2-3 വരി മുമ്പിലെത്തി എന്നുള്ളതല്ലാതെ അകത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ 3 മണിക്ക് രാവിലെ 3 മണിക്ക് ഇന്നലെ 2:10 നട അടയ്ക്കുന്നത്. ഇന്ന് 3 മണിയോടെ തന്നെ രാവിലെ എത്തി തൊഴാനായി കാത്തു നിൽക്കുന്നവരാണ് ഉള്ളത്. ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുന്നവരുണ്ട്. അവരെ പോലീസ് സഹായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെയുമായി വരുന്നവർക്ക് പ്രത്യേക പരിഗണനയൊക്കെ നൽകുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നൊരു കൃത്യമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് കയറ് കെട്ടി തിരിച്ചുകൊണ്ടുള്ള കൃത്യമായ നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വലതുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ തോറ്റമ്പാട്ട് ആരംഭിക്കും. അതിനുശേഷം ഓരോ ദിവസവും കണ്ണകി ചരിതം പാടുകയാണ് ചെയ്യുന്നത്. തോറ്റമ്പാട്ടിലെ കണ്ണകി ചരിതം പാടുകയാണ് ചെയ്യുന്നത്. ഈ തോറ്റമ്പാട്ടിൽ കണ്ണകി ചരിതം പാടി പാണ്ഡ്യ മഹാരാജാവിനെ വധിക്കുന്ന ആ ഭാഗം വായിക്കുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാവുക. അത് നാളെയാണ്. 9ാം ദിവസമാണ് പൊങ്കാല നടക്കുന്നത്. 9ാമത്തെ ഉത്സവ ദിവസമാണ് പൊങ്കാല നടക്കുന്നത്. ഇവിടെ ആരംഭിക്കുന്ന ദിവസം മുതൽ തന്നെ ദേവിയുടെ ഈ ദേവിചരിതം കണ്ണകി ചരിതം ഇവിടെ പാടും. ആ കഥ ഓരോ ഭാഗങ്ങളായി വിവരിച്ച് കണ്ണകി ചരിതം അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ് പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പൊങ്കാല നടക്കുന്നത്. നാളെ പുഷ്പവൃഷ്ടിയുണ്ട് നിവേദ്യ സമയത്ത് എന്നറിയുന്നു. പതിവ് പോലെ എല്ലാ വർഷത്തെയും പോലെ കൃത്യമായ രീതിയിൽ കൃത്യമായ നിയന്ത്രണങ്ങളോടെ കൃത്യമായ സൗകര്യങ്ങളോടെ പൊങ്കാല ഇടുന്നതിനായി ഓരോ ഭക്തർക്കും പൊങ്കാല ഇടുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു വശത്ത് വലിയ വേദി ഈ ആറ്റുകാലിനെ സംബന്ധിച്ച് കലാപരമായി ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് ഒരു വലിയ ഇപ്പൊ നമ്മൾ ഈ വശത്ത് കാണുന്നതുണ്ട്. ഈ ക്യൂ ഒരു വശത്ത് അവര് അകത്തേക്ക് കയറാൻ ഉള്ള ഒരു നന്നേ പണിപ്പെടുന്നുണ്ട് ആളുകൾ.
എത്രയോ നേരം കാത്തു നിന്നവരാണ്. അപ്പൊ ഈ ക്യൂവിലേക്ക് ഇടയ്ക്കൊക്കെ ആളുകൾ എത്തുമ്പോഴൊക്കെ അവരുടെ ഒരു സങ്കടം വിഷമമൊക്കെ അവർ കാണിക്കുകയാണ്. അപ്പോൾ അവർ മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്നവരാണ്. രാവിലെ മുതലേ വന്ന് ദേവിയെ കാണാനായി നിൽക്കുന്നവരാണ്. അപ്പോൾ അവര് അത്രയും നേരം വന്ന് നിൽക്കുമ്പോൾ ഇടയിലേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും വൈകാരികമായ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ നമ്മൾ കാണുന്ന കൃത്യമായിട്ട് നിയന്ത്രണമുണ്ട്, പോലീസുണ്ട്, വനിതാ പോലീസുണ്ട് അവിടെ. കഴിഞ്ഞ തവണയൊക്കെ SPC കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വരും മണിക്കൂറുകളിൽ അവരെ കൂടി വിന്യസിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ തന്നെ ട്രസ്റ്റിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്, ഈ തിരക്ക് ഏത് രീതിയിൽ നിയന്ത്രിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ. എന്തായാലും അത് കൃത്യമായി തന്നെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നു. അവിടെ ഓരോ നിരവധി ആളുകൾ കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും ക്ഷേത്ര ദർശനത്തിനായി. ചെറിയ കുട്ടികളുമായിട്ട് നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഏറ്റവും പ്രധാനം പ്രായമായവരും കുട്ടികളും. അവരെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം, കൈവിട്ടു പോകാതെ ഈ തിരക്കിൽ അവരെ നഷ്ടപ്പെടാതെ ഒക്കെ സൂക്ഷിക്കേണ്ട സമയമാണ്. അതിന് മുൻകരുതലെടുക്കണമെന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെന്റും നിർദ്ദേശങ്ങളും ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നന്നേ പണിപ്പെടുന്നുണ്ട് പോലീസുകാർ ഇത് നിയന്ത്രിക്കാൻ എന്നുള്ളതാണ്. ഉത്സവങ്ങളുടെ സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പട്ടാമ്പിയിലേക്ക് ഒന്ന് പോകാം. പട്ടാമ്പി നേർച്ച, അത് ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പട്ടാമ്പി നേർച്ച. അവിടെ പട്ടാമ്പി നേർച്ചയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഇത്തവണ 110ാമത് നേർച്ച ആഘോഷമാണ് നടക്കുന്നത്. മാർച്ച് 2, 3 തീയതികളിലാണ് നേർച്ച നടക്കുന്നത്. അപ്പൊ എല്ലാ തയ്യാറെടുപ്പുകളും പട്ടാമ്പിയിൽ പുരോഗമിക്കുകയാണ് പട്ടാമ്പി നേർച്ചയ്ക്കായി. ആ കാഴ്ചകൾ കണ്ട ശേഷം വീണ്ടും നമുക്ക് ആറ്റുകാലിലേക്ക് എത്താം. 110ാമത് പട്ടാമ്പി നേർച്ചയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. മാർച്ച് 2, 3 തീയതികളിലാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. ഇത്തവണ വിപുലമായ പരിപാടികളോടെയാണ് നേർച്ച നടത്തുന്നത്. നേർച്ചയുടെ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നേർച്ചയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശന നിർദ്ദേശങ്ങളാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കൊടിയേറ്റ സമയത്ത് നഗരത്തിൽ കുറച്ചു സമയം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നേർച്ചയുടെ അടുത്ത ദിവസങ്ങളിൽ നഗരത്തിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിലെ CCTV ക്യാമറകൾ വഴി നിരീക്ഷണം ശക്തമാക്കും. പട്ടാമ്പിയുടെ ദേശോത്സവമായ നേർച്ചയാഘോഷം നല്ല രീതിയിൽ സമാധാനപരമായി ആഘോഷിക്കാൻ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉറപ്പാക്കും. കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റികൾക്ക് പുറമെ 44 ഉപ ആഘോഷ കമ്മിറ്റികളുടെ നേർച്ചവരവും ഉണ്ടാകും. കേരളത്തിലെ പ്രശസ്തരായ ആനകൾ അണിനിരക്കും. ഇങ്ങനെ വലിയ മുന്നൊരുക്കമാണ് നടത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. അപ്പൊ നമ്മൾ വീണ്ടും ആറ്റുകാലിലേക്ക് എത്തുകയാണ്. രാവിലെ മുതൽ ക്യൂ നിൽക്കുന്നവർ ഇപ്പോഴും അങ്ങനെ തളർച്ചയിൽ നിൽക്കുകയാണ്. നമുക്ക് അവരോട് ചോദിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്കറിഞ്ഞൂടെ. കുറെ നേരമായ വന്നിട്ട് 4 മണിക്ക് വന്നാണോ? എവിടുന്നാ വരുന്നത്? തൃപ്രയാറിനാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരും എവിടുന്നാണോ? കോയമ്പത്തൂർ. ആകെ ഒരു വിഷമത്തിലാണല്ലോ. നിന്ന് തളർന്നല്ലേ? ഒത്തിരി നേരം നിന്നു. എല്ലാ തവണ വരാറുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ? അയ്യോ, ആ എക്സ്പീരിയൻസ് ഭയങ്കര കടുപ്പമായി പോയല്ലേ? പൊങ്കാലിടുമ്പോ എല്ലാം സെറ്റ് ആവും കേട്ടോ. പൊങ്കാല ആദ്യമാണോ? പൊങ്കാല ആദ്യമാണ്. അപ്പൊ കേട്ടറിഞ്ഞ് വന്നതാണ്. എങ്ങനെയാ ഇങ്ങോട്ടേക്ക് വന്നത്? പേരെന്താ? ഫ്രണ്ട്സ്. ശാലിനി.
അപ്പൊ കേട്ടറിഞ്ഞ് ഇടണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. വന്നപ്പോ ഭയങ്കര തിരക്ക്. എല്ലാ തവണയും അല്ല, എല്ലാ തവണയും ആദ്യത്തെ പൊങ്കാല, ഇവരെല്ലാം ആദ്യത്തെ പൊങ്കാല. അങ്ങനെയുള്ളവർ വളരെ കുറവാട്ടോ. ആദ്യത്തെ പൊങ്കാലക്കാർ കുറവാണ്, സ്ഥിരം വരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര കുറച്ച് കടുപ്പമാണ് ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളത്. അതെ അതെ അതെ, പരിചയ ശീലമാവും. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ നടപ്പന്തലില് ഇരിക്കാനുള്ള സൗകര്യമില്ല, അങ്ങനെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ കയറുമ്പോഴേക്ക് ഇതെല്ലാം ഉഷാറാവും. എന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ലൈറ്റ് ഒക്കെ കണ്ടോ? രാത്രി പോയിട്ട് കണ്ടു. രസമായിരുന്നു. അപ്പൊ പായസമാണോ ഉണ്ടാക്കാൻ പോകുന്നത്? പായസം എവിടെ നിന്നു? കായംകുളം. എങ്ങനെയുണ്ട് പൊങ്കാല ഇത്തവണ? തിരക്ക് തിരക്ക് എന്താ ഫാമിലി ആയിട്ടാണോ വന്നേക്കുന്നത്? കേറാൻ പറ്റാത്തോണ്ട് എത്ര നേരം കൊണ്ട് നിൽക്കുകയാണ്? വിഷമിച്ച് നിൽക്കുക. എത്ര നേരമായി നിൽക്കുന്നത്? ഞങ്ങൾ 5 മണി തൊട്ട് നിൽക്കുക ഇവിടെ. അയ്യോ, അങ്ങനെ ഞങ്ങൾ എന്ത് വിഷമിച്ചത്? 4 മണി. 4 മണിക്കാർ 4 മണിക്ക് നിൽക്കാൻ. അതിന്റെ ഇടയ്ക്ക് കുറച്ചൊരു ഇടയിൽ കയറുന്നുണ്ട്. വരുമ്പോ നമുക്ക് വിഷമാവും. തൊണ്ടയില് വെള്ളമില്ല. അതാണ് തൊണ്ടങ്ങനെ പഠിച്ചു പഠിച്ചു പോവാണ്. അമ്മ എവിടുന്നാ വരുന്നേ? പാലക്കാട്. പാലക്കാട്. എല്ലാ തവണയും വരുമോ അതോ? 3 കൊല്ലമായി. അപ്പൊ ഇപ്പൊ ഇടാൻ ഇഷ്ടമാണ്, പൊങ്കാലയ്ക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയോ അവിടെ? 2 ബസ് ആളുണ്ട്. ആണോ? 2 ബസ്സിൽ വന്നു. 2 ബസ് പറഞ്ഞ കല്ലരിക്കോട്, പാലക്കാടിന്റെ അപ്പുറം ഒരുപാട് ആൾക്കാർ. ഞങ്ങൾ 2 ബസ് ആളാണ്. ഓ ശരി ശരി. ഇത്തവണ ഭയങ്കര ചൂടാണല്ലോ. പാലക്കാട് ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂട്. ആണോ? അവിടത്തെക്കാട്ടി കുറവാണ് ഇവിടെ? കുറവാണ്. അവിടത്തെക്കാട്ടി കുറവാണ് ഇവിടെ. എന്നാലും ഇവിടെ ഭയങ്കര ചൂട്. അപ്പൊ ഞങ്ങൾക്ക് അത് ആലോചിക്കാൻ പോലും വയ്യ അവിടെ എന്ത് ചൂടായിരിക്കും എന്നുള്ളത്. ഞങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, 1 മാസം മുമ്പേ ബുക്ക് ചെയ്താണ്. അപ്പൊ ഞങ്ങൾക്ക് അടുപ്പൊക്കെ റെഡിയാണ്. അവിടെ സ്റ്റേജില്ലേ, അവിടെ ഞങ്ങൾക്ക് 80 അടുപ്പുണ്ട്. കേട്ടല്ലേ, 1 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിനകത്തിടുന്ന ഒരു രസമാണല്ലേ, ഒരു പ്രത്യേക അമ്മയ്ക്ക്. അതാണ്, കുറെ ആളുകൾ വെളിയിലാണല്ലോ ഇടുന്നത്. അപ്പൊ ക്ഷേത്രത്തിനകത്ത് 3 തവണ എവിടെയാണോ ഇട്ടത്? 3 തവണ ഒരേ സ്ഥലത്ത് കാപ്പി ഹൗസില്ലേ, അവിടെയാണ് ഇടാറ്. അപ്പൊ അവിടെ വെള്ളവും ഭക്ഷണമൊക്കെ കിട്ടാറുണ്ടോ? എല്ലാം കിട്ടും. ഈ ദേവിനെ ഒന്ന് തൊഴുതിട്ട് നമ്മള് വന്നത് പറയണം, എന്നിട്ട് വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ശ്രീപത്മനാഭന്റെ അവിടെ പോണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പോണം. പിന്നെ ഇവിടെ എന്താ പഴവങ്ങാടി ഗണപതിയെ കാണണം. അപ്പൊ ഇന്ന് അതൊരു ട്രിപ്പ് പോലെയാണ് അറേഞ്ച് ചെയ്തത്. മുഴുവൻ കറക്കമാണ്. നാളെ പൊങ്കാല, അതിനുശേഷം മടക്കം. പിന്നെ ഇനി നാളെ ഇങ്ങോട്ട് വരുന്നില്ല. നാളെ വരണം. ഇപ്പൊ പിന്നെ വെക്കാൻ പറയാൻ വന്നാണ്. ഓ ശരി ശരി. പൊങ്കാല വെക്കണ്ട്, അതായത് അനുവാദം ചോദിക്കാൻ വന്നാണ്. അതിനുശേഷം നമ്മൾ പൊങ്കാല ഇട്ടിട്ട് ഒന്നുകൂടെ വരും. അങ്ങനെയാണ്. അപ്പൊ ചടങ്ങുകൾ അങ്ങനെ ആ രീതികൾ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു തരികയാണ്. എവിടെ നിന്നാണ്? പാലക്കാട് തന്നെ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊങ്കാല? തിരുവനന്തപുരംകാരെങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. സഹകരണമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ കൃത്യമായിട്ട് കിട്ടാറുണ്ട്. ഇവിടെ ആരെങ്കിലൊക്കെ പരിചയമായോ വന്നിട്ട്? ആയിട്ടില്ല. 2 ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ്. പിന്നെ എല്ലാവരും പരിചയം. ഓ ശരി. അപ്പൊ പൊങ്കാല ഇറങ്ങട്ടെ. ഇവിടെ കുഞ്ഞു നോക്കി ഇതിന്റെ ഇടയ്ക്ക് കണ്ട, കാണാൻ പോലും കിട്ടുന്നില്ല. പേരെന്താ? എന്താണ്? അശ്വിൻ. ആശ്വിൻ. നല്ല പേരാണല്ലോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG-ലാണോ? അപ്പൊ ആരെ കാണാനാ പോകുന്നേ? ദേവിയെ കാണാൻ പോവാണോ? തൊഴാൻ പോവാണോ? പൊങ്കാല എന്താന്നൊക്കെ അറിയോ കുഞ്ഞിന്? എന്നാ കാണണം കേട്ടോ, പൊങ്കാലയൊക്കെ കാണണം. ആകെ തളർന്നു നിൽക്കുകയാണ് ഇവിടെ ഒരാള്. ഹലോ, ഇതാരാണ്? പേരെന്താ? അതിഥിയാണോ? അതിഥിയാണോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അത് UKG. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അതിപ്പോ ഫ്രണ്ട്സ് ആയോ? ഇപ്പൊ ഫ്രണ്ട്സ് എവിടെയായിരുന്നു? ആണല്ലേ? കാസർഗോഡ്. അപ്പൊ അത്ര ദൂരം ഇങ്ങോട്ട് എത്തിയതാണ്. എല്ലാ തവണ വരാറുണ്ടോ? എല്ലാ തവണയും വരാറ്. സ്ഥിരമാണ്. അതുകൊണ്ട് തിരക്കൊക്കെ പരിചിതമായിരുന്നു. ആണ്. എത്ര മണിക്കാ വന്നേ? ഇവിടെ 6 മണിയാകുമ്പോ എത്തി. 6 മണിക്ക് വന്നു. 6 മണിക്ക് വന്നിട്ട് ഇവിടെ എത്തി. അപ്പൊ 4 മണിക്ക് വന്നേരം അയ്യോ അയ്യോ, ഞാനൊരു വഴക്കില്ല. ഞാനൊരു വഴക്കുണ്ടാക്കിയെന്ന് വിചാരിക്കണ്ട. അപ്പൊ എന്തായാലും എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ മാറും അല്ലെ, നമ്മളിവിടെയല്ല നിൽക്കുന്നത്. അപ്പൊ എല്ലാം ഭക്തിമയമാണ്. പൊങ്കാല ആശംസകൾ കേട്ടോ, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ. അപ്പൊ അങ്ങനെ 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 കുറെ സുഹൃത്തുക്കളെ കിട്ടി. ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ മാറി, പെട്ടെന്ന് തന്നെ പരിഹരിച്ച് അവര് പൊങ്കാലയിലേക്ക് പൂർണ്ണമായും മുഴുകാൻ പോകുന്ന സമയമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ മോർണിംഗ് വൈബ്സിൽ ആറ്റുകാലിലുള്ള ലൈവാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇതിവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് വൈകുന്നേരവും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നാളെ
പൊങ്കാല തത്സമയം പൊങ്കാല വിശേഷങ്ങളും ന്യൂസ് 18 പ്രേക്ഷകർ കാണാം. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിച്ചുകൊണ്ട് നല്ല ദിവസമാവട്ടെ, ഉത്സവാശംസകളും പറയുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.